Hi, hello. Welcome to I Plus Training Solutions. സോ യു ജി സി നെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂൺ 2025 എക്സാമിലെ ഹിസ്റ്ററി ക്വസ്റ്റ്യൻസ് ആണ്. സോ വി ഹാവ് ഓൾറെഡി ഡിസ്കസ്ഡ് അബൌട്ട് 50 ക്വസ്റ്റ്യൻസ്. സോ ജൂൺ 2025 എക്സാമിൽ നിന്ന് നമ്മൾ ഒരു 50ഓളം ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ 6th വീഡിയോ ഓഫ് ദാറ്റ് സീരീസ്. ആൻഡ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു 10ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ലെറ്റ്സ് ബിഗിൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ബുക്ക് ആൻഡ് ഓതർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Who was the author of the Sanskrit drama സ്വപ്ന വാസവദത്ത? സോ സ്വപ്ന വാസവദത്ത എന്നുള്ള ഫേമസ് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആൻഷ്യന്റ് ഇന്ത്യൻ കാലഘട്ടത്തിലെ ഒരു ഫേമസ് സാൻസ്ക്രിറ്റ് ഡ്രാമയാണ്. അതിന്റെ ഓതർ ആരാണെന്നാണ് ചോദ്യം. സോ വൺ ഓഫ് ദ കമ്പാരിറ്റീവ്ലി ഈസിയർ ക്വസ്റ്റ്യൻ ആണല്ലോ. ജൂൺ 2025 ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടവർക്ക് അറിയാം എന്താണ്, അത്യാവശ്യം നല്ല ഡീപ്പെന്ന് അത്യാവശ്യം നല്ല ടഫ് ആയിട്ടായിരുന്നു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. സോ ഇതൊരു മരുഭൂമിയിൽ മഴ പെയ്യുന്ന ഒരു ഫീലുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. കുറച്ച് ഈസി അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് എല്ലാവരും കണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒന്നാണിത്. ഇത് വളരെ ഈസി എന്നുള്ള ഒരു കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന ക്വസ്റ്റ്യൻ. സ്വപ്ന വാസവദത്തയുടെ ഓതർ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ കാളിദാസൻ, ഓപ്ഷൻ ബി ഭാവഭൂതി, ഓപ്ഷൻ സി ഭാസ, ഓപ്ഷൻ ഡി ഭൈരവി. കാളിദാസനാണോ, ഭാവഭൂതിയാണോ, ഭാസയാണോ, ഭൈരവിയാണോ സ്വപ്ന വാസവദത്തയുടെ ഓതർ? ഓക്കെ, ഇതിൽ നമുക്ക് അധികം ചിന്തിക്കാനൊന്നുമില്ല അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പി ജിയിലും യു ജിയിലൊക്കെ ഒരുപാട് കേട്ട വർക്കുമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്ന വാസവദത്തയുടെ ഓതർ ആരാണ്? ഭാസയാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ, സോ കാളിദാസന്റെ ഒക്കെ ഒരുപാട് വർക്കുകൾ ആൻഷ്യന്റ് ഇന്ത്യയിൽ വളരെ ഫേമസ് ആണ്. അഭിജ്ഞാന ശാകുന്തളം, ഋതുസംഹാരം, മേഘദൂത്, വിക്രമോർവശീയം, ഇതൊക്കെ എന്താണ്, കാളിദാസന്റെ വർക്കാണ്. ഭാവഭൂതിയുടെ വർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഉത്തരരാമചരിതൊക്കെ ഭാവഭൂതിയുടെ വർക്കാണ്. ഭാസയുടെ വർക്കാണ് സ്വപ്ന വാസവദത്ത. സ്വപ്നവാസവദത്ത അല്ലാതെ ബാക്കി ഒരുപാട് വർക്കുകളൊക്കെ എന്തുണ്ട്, ഭാസയുടേതായിട്ട് പറയപ്പെടാറുണ്ട്. ഊരുഭംഗം, കർണഭാരം ഒക്കെ ഭാസയുടെ വർക്കാണ്. ഭൈരവിയുടെ വർക്കാണ് കിരാതർജുനീയം എന്നുള്ളൊരു ഫേമസ് വർക്ക്. സോ തന്നിരിക്കുന്ന 4 പേരും ആൻഷ്യന്റ് ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫേമസ് വർക്കുകളുടെ ഒക്കെ ഓതറാണ് കേട്ടോ. അവരെഴുതിയ എല്ലാ വർക്കുകളും എന്താണ്, ഭയങ്കര പോപ്പുലർ ആണ്. തന്നിരിക്കുന്ന 4 ഓപ്ഷനിലുള്ള ആൾക്കാരും. സോ അവരെ 4 ഓതേഴ്സിനും നിങ്ങൾ നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ആൻഷ്യന്റ് ഇന്ത്യയിലേക്ക് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം ബുക്ക് ആൻഡ് ഓതേഴ്സ് എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കുക. ആൻഷ്യന്റ് ഇന്ത്യനായാലും മിഡീവലിനായാലും മോഡേണിനായാലും ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ആ ഒരു ടോപ്പിക് ബേസ് ചെയ്തിട്ടായാലും. കാരണം എന്തായാലും എന്തുണ്ടാവും, ഒരു ബുക്കും ഓതറൊക്കെ പ്രോപ്പർ ആയിട്ട് അറിയെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മിനിമം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ബുക്ക് ആൻഡ് ഓതർ എന്നുള്ള ഒരു ഏരിയ കുറച്ചും കൂടിയൊക്കെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യാം. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്, ഭാസയാണ്. ഭാസയുടെ വർക്കാണ് സ്വപ്ന വാസവദത്ത എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ആൻഷ്യന്റ് ഇന്ത്യൻ വർക്ക്സുകളിലേക്ക് വരാം. അപ്പൊ ആൻഷ്യന്റ് ഇന്ത്യൻ വർക്ക്സുകളെ നമുക്ക് ഈ ഒരു ജനറലി എന്ത് ചെയ്യാം, 2 തരത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് വംശാസ് ആണ്, മറ്റൊന്ന് ചരിതാസ് ആണ്. സോ വംശാസ് ആണ് വൺ ഓഫ് ദ ഏർലിയർ വേർഷൻ. ആൻഷ്യന്റ് ഇന്ത്യയിലെ ആ ഒരു വർക്കിലെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായ വർക്കുകളെ നമുക്ക് വംശാസ് എന്നൊരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. എന്താണ് വംശാസ് എന്നുള്ളത്? വംശാസ് അതൊരു ക്വാസി ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ ആണ്. ഓക്കെ, ക്വാസി ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ ആണ്, വിച്ച് മീൻസ് അതിൽ ഹിസ്റ്ററിയുടെ എലമെന്റ്സ് ഉണ്ട്, ഹിസ്റ്ററി ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് അതെന്തല്ല, അതൊരു കംപ്ലീറ്റ്ലി പ്യുവർലി ഹിസ്റ്ററി അല്ല. അതിൽ അതിൻ്റെതായിട്ടുള്ള ഇമാജിനേഷനും നരേഷനും അതുപോലെ തന്നെ ഒരു റൊമാനിഫിക്കേഷന്റെ എലമെന്റ്സ് ഒക്കെ കൊടുത്ത് കുറച്ചൊക്കെ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ കടന്നു വന്ന എന്നാലും ഒരു ഹിസ്റ്റോറിക്കൽ എലമെന്റ്സ്, അല്ലെങ്കിൽ ബുദ്ധയുടെ ജീവിതവും ജനനമൊക്കെ പറയാം. അതിൽ ഒരുപാട് കഥകൾ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് പറയാം. ജൈനസത്തിൽ ആണെങ്കിൽ മഹാവീരയുടെ ഒരുപാട് എമർജൻസും ജനനവും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ബാക്കിയുള്ള ഫാക്ടുകൾ അല്ലെങ്കിൽ ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ ഇമാജിനേഷന്റെയും നരേഷന്റെയും സങ്കല്പത്തിന്റെ ഒക്കെ എലമെന്റ്സ് ഒക്കെ അതിൽ കടന്നു വരിക. അപ്പൊ ഇതാണ് വംശ എന്നുള്ള ഒരു ഹിസ്റ്റോറിക്കൽ ജോണറിന്റെ ഒരു നാച്ചർ എന്നുള്ളത്. ഓക്കെ, സോ വംശാസ് ഫോം ഡെവലപ്ഡ് എ വാസ്റ്റ് ബോഡി ഓഫ് ക്വാസി ഹിസ്റ്റോറിക്കൽ നാച്ചർ. അപ്പൊ ഇതില് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാനുള്ളതാണ്. ഒന്ന്, ബുദ്ധിസത്തിന്റെ അണ്ടറിൽ വരുന്ന രാജവംശ, ദീപവംശ, മഹാവംശ എന്നുള്ള 3 വർക്കുകൾ. രാജവംശ, ദീപവംശ, മഹാവംശ. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്നെടുത്ത് മഹാവംശ നമുക്ക് വളരെ കോമൺ ആണ്, നമുക്കറിയാം. മഹാവംശ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആണ്, ദീപവംശം ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആണ്, രാജവംശ ബുദ്ധിസമായിട്ട് റിലേറ്റഡ് ആണ് എന്നുള്ളതൊക്കെ ഒട്ടുമിക്ക എല്ലാവർക്കും അറിയായിരിക്കും. ഇൻ കേസ് അതൊന്നും അറിയാത്തവരെന്ത് ചെയ്യാം,
നോട്ട് ചെയ്തിരിക്കുക. ചില സമയങ്ങളിൽ എന്ത് ചെയ്യാം, ഡയറക്റ്റ് ബുദ്ധിസത്തിലോ ജൈനിസത്തിലോ ഒക്കെ ഉള്ള ഡയറക്റ്റ് അവരുടെ ഒരു കനോണിക്കൽ ലിറ്ററേച്ചറിന് ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇത് ഏത് റിലീജിയൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്, ഈ ഒരു വർക്ക് ഏത് റിലീജിയൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ഏത് ഹെറ്ററോഡോക്സ് സെക്ടിനെ പറ്റിയിട്ടാണ് ഈ ഒരു വർക്ക് പറയണത് എന്നുള്ളത്. ഓപ്ഷനിൽ ബുദ്ധിസവും ജൈനിസവും അജീവികാസും ഒക്കെ ഉണ്ടാവും. സോ അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം, ഏതൊക്കെയാണ് ബുദ്ധിസ്റ്റ് കനോണിക്കൽ ലിറ്ററേച്ചറിൽ വരുന്നത്, ഏതൊക്കെയാണ് ജൈനിസത്തിൽ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി ജൈനിസ്റ്റിലെ ഈ ഒരു വംശ കാറ്റഗറിയിൽ പെടുത്താവുന്ന വർക്കാണ് ഹരിവംശ എന്നുള്ള വർക്ക്. ഓക്കെ, സോ ബുദ്ധിസത്തിലെ രാജവംശ, ദീപവംശ, മഹാവംശ, ജൈനിസത്തിലെ ഹരിവംശ, ഹിന്ദുസത്തിലെ രഘുവംശ, ശശിവംശ, ഇതൊക്കെ വംശ കാറ്റഗറിയിൽ നമുക്ക് പെടുത്താവുന്ന വർക്കുകളാണ്. ഇതിൽ പിന്നെ ഫർദർ നമുക്ക് പറയാവുന്ന വർക്കാണ് ഒരു ക്വാസി ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫർദർ പറയാവുന്ന കുറച്ച് വർക്കുകളാണ്. ഒന്ന് ക്ഷേമേന്ദ്രയുടെ നൃപവലി എന്നൊരു വർക്ക്, നൃപവലി ഓഫ് ക്ഷേമേന്ദ്ര, ക്ഷേമേന്ദ്രയുടെ നൃപവലി എന്നൊരു വർക്ക്. ഹേളരാജയുടെ പാർത്ഥിവാവലി, ഹേളരാജയുടെ പാർത്ഥിവാവലി. കൽഹനയുടെ രാജതരംഗിണി, കൽഹനയുടെ രാജതരംഗിണി. സോ ക്ഷേമേന്ദ്രയുടെ നൃപവലി, ഹേളരാജയുടെ പാർത്ഥിവാവലി, കൽഹനയുടെ രാജതരംഗിണി, ഇതൊക്കെ ഒരു വംശ കാറ്റഗറി അല്ലെങ്കിൽ ഒരു ക്വാസി ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സരിദാസിനെ പറ്റി പറയാം. സരിദാസിൽ നമുക്കൊരു ഏർലി മിഡീവൽ കാലഘട്ടത്തിൽ വരുന്ന ഒരു ഏർലി മിഡീവൽ കാലഘട്ടത്തിൽ എമർജ് ചെയ്ത് വന്ന ഒരു ഹിസ്റ്റോറിക്കൽ നെറേറ്റീവ് മെത്തേഡാണ് ചരിത എന്നുള്ളത്. ഇത് ബേസിക്കലി ഏർലി മിഡീവൽ കാലഘട്ടം എന്ന് പറയുമ്പോൾ കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കൊട്ടാരങ്ങളും കൊട്ടാരത്തിലെ എഴുത്തുകാരൊക്കെ ഒന്നുകൂടി പ്രാബല്യമായി അല്ലെങ്കിൽ ഒന്നുകൂടി പോപ്പുലർ ആയിട്ട് വരുന്ന ഒരു കാലഘട്ടമാണ്. ആൻഷ്യന്റ്, ഭയങ്കര പ്യൂർലി ഒരു ആൻഷ്യന്റ് ഇന്ത്യയെ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടാവും, ഒട്ടുമിക്ക കോർട്സുകളും അവരായിട്ട് ബന്ധപ്പെട്ട റോയൽ പോയറ്റ്സ് ഒക്കെ ഉണ്ടാവും. സോ ഈ റോയൽ പോയറ്റ്സിന്റെ ഒരു പ്രധാന പരിപാടി എന്നുള്ളത് കിങ്ങിനെ ഭയങ്കരമായിട്ട് യൂളോജൈസ് ചെയ്ത് എഴുതുക, കിങ്ങിന്റെ കാലഘട്ടത്തിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പുകഴ്ത്തി എഴുതുക. ഈ പുകഴ്ത്തി എഴുതുമ്പോൾ എന്ത് കിട്ടും, ഓഫ് കോഴ്സ് കിങ്ങിന്റെ അടുത്ത് നിന്ന് അതിന്റെ ഒരു ബെനിഫിറ്റ് കിട്ടും. അപ്പൊ ആ ഒരു രീതിയിൽ ഒരുപാട് പാട്രണൈസർ ലിറ്ററേച്ചർ ഒക്കെ വരുന്ന ഒരു കാലഘട്ടമാണ് ഏർലി മിഡീവൽ ഇന്ത്യ എന്നുള്ളത്. സോ ഈ ഏർലി മിഡീവൽ ഇന്ത്യയിൽ ഈ റോയൽ കോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റോയൽ കോർട്ടിന്റെ അകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ഹിസ്റ്റോറിക്കൽ എപ്പിക് അല്ലെങ്കിൽ ഓർണേറ്റ് ബയോഗ്രഫി ഓഫ് കിങ്ങിനെ പറ്റി പറയുന്ന കിങ്ങിന്റെ ബയോഗ്രഫി, ഇതാണ് ചരിത എന്നുള്ളത്. അപ്പൊ ഏറ്റവും ബേസിക് ആയിട്ട് ചരിതാസിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ വളരെ കോമൺ ആയിട്ട് കേട്ട ഭാനഭട്ടയുടെ ഹർഷചരിത എന്നുള്ളത്. ഭാനഭട്ട എന്ന ഹർഷ ഓഫ് താരേശ്വർ, പുഷ്യഭൂതി ഡൈനാസിയിലെ ഹർഷയുടെ കോർട്ട് പോയിന്റ് ആയിരുന്ന ഭാനഭട്ട ഹർഷയെ പറ്റി എഴുതിയ ഹർഷചരിത എന്നുള്ളത്. സോ ഈ ചരിദാസിന്റെ മറ്റൊരു ഫീച്ചർ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചരിദാസ് എന്ത് പറയില്ല, കിങ്ങിനെ പറ്റിയ ഫെയിലിയേഴ്സ് ഒന്നും അധികം മെൻഷൻ ചെയ്യപ്പെടാറില്ല. ഓക്കെ, കിങ് ഏതെങ്കിലുമൊക്കെ യുദ്ധത്തിൽ പങ്കെടുത്ത് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ പരാജയത്തെ പറ്റി എന്ത് പറയില്ല, ഈ ചരിദാസ് മെൻഷൻ ചെയ്യപ്പെടാറില്ല പൊതുവെ. ഓക്കെ, സോ അങ്ങനെ ഒരു നാച്ചർ ഇവിടെ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇതിനെയും കംപ്ലീറ്റ്ലി എന്തായി പറയാൻ പറ്റില്ല, ഒരു ഹിസ്റ്റോറിക്കൽ ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വർക്കായിട്ട് ഇതിനെയും പറയാൻ പറ്റില്ല. ഇതൊരു യൂളജൈസർ വർക്കാണ്, കിങ്ങിനെ ഇങ്ങനെ പുകഴ്ത്തി എഴുതാൻ വേണ്ടി എഴുതുന്ന വർക്കുകൾ. ഇതിന്റെ അണ്ടറിൽ വരുന്ന കുറച്ച് വർക്കുകളെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ചരിത കാറ്റഗറിയിൽ ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് വന്ന കുറച്ച് വർക്കുകളാണ്. ഒന്ന് ഭാനഭട്ടയുടെ ഹർഷചരിത, വാഗ്പതിയുടെ ഗൗഡവഹം. ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇതിന് മുന്നേ വാഗ്പതി എന്ന വർക്കിന്റെ ഗൗഡവഹോ എന്നൊരു വർക്കിന്റെ ഓതർ ആരാണ് എന്നുള്ള ചോദ്യം ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഭാനഭട്ട ഹർഷചരിത, വാഗ്പതിയുടെ ഗൗഡവഹോ, ബിൽഹനയുടെ വിക്രമാംഗ ദേവചരിതം, ബിൽഹനയുടെ വിക്രമാംഗ ദേവചരിതം. പത്മഗുപ്തയുടെ വർക്കാണ് നവശഹ സംഘചരിത എന്നുള്ളത്, പത്മഗുപ്തയുടെ വർക്കാണ് നവശഹ സംഘചരിത എന്നുള്ളത്. ഹേമചന്ദ്രയുടെ വർക്കാണ് കുമാരപാലചരിതം, ഹേമചന്ദ്രയുടെ വർക്കാണ് കുമാരപാലചരിതം. ജയനാഗയുടെ വർക്കാണ് പൃഥ്വിരാജ വിജയം. ജൽഹനയുടെ വർക്കാണ് സോമപാല വിലാസ. സത്യാഗ്രഹ നന്ദിയുടെ വർക്കാണ് രാമചരിതം. അതുലയുടെ വർക്കാണ് മൂഷിക വംശ. സോമേശ്വര തേർഡിന്റെ വർക്കാണ് വിക്രമാംഭ്യന്ത്യ. ഓക്കെ, വിക്രമാംഗ ഭ്യന്തയ എന്നുള്ളത് സോമേശ്വര തേർഡിന്റെ വർക്കാണ്. ഇതൊക്കെ നമുക്ക് ചരിത കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഓർണേറ്റ് ബയോഗ്രഫി ഓഫ് കിങ്, ഹിസ്റ്റോറിക്കൽ എപ്പിക് ദാറ്റ് യൂളജൈസ് കിങ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന വർക്കുകളാണ്. ഇതൊക്കെയാണ് ഭാനഭട്ട. ഇവിടെ തന്നെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക. ബുക്കും ഓതേഴ്സും എന്തായാലും പഠിക്കണം. ഓക്കെ, ബുക്കും ഓതേഴ്സും മാക്സിമം അതുങ്ങൾ സെപ്പറേറ്റ്, നിങ്ങൾ ഒരു സെപ്പറേറ്റ് പാർട്ടിൽ നോട്ട് ചെയ്ത് വെച്ചാലും നിങ്ങൾക്ക് നഷ്ടങ്ങളൊന്നും വരാനില്ല. ആൻഷ്യന്റ് ഇന്ത്യനായാലും മിഡീവൽ നിന്നായാലും മോഡേൺ നിന്നായാലും ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ള ഒരു കാറ്റഗറിയിൽ നിന്ന് വരുന്ന ബുക്കും ഓതറൊക്കെ ആയാലും ആ രീതിയിൽ തന്നെ നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ അപ്രോച്ച് ചെയ്യാം. സോ ഭാനഭട്ടയുടെ ഹർഷചരിത, വാഗ്പതിയുടെ ഗൗഡവഹോ, ബിൽഹനയുടെ വിക്രമാംഗ ദേവചരിത, പത്മഗുപ്തയുടെ നവശഹ സംഘചരിതം, ഹേമചന്ദ്രയുടെ കുമാരപാലചരിതം,
ജയനാഘയുടെ പൃഥ്വിരാജ വിജയ, ജൽഹനയുടെ സോമപാല വിലാസ, സന്ധ്യാഗ്രഹ നന്ദിയുടെ രാമചരിത, അതുലയുടെ മൂഷിക വംശ മഹാകാവ്യം, വിക്രമാഭ്യന്ത്യ സോമേശ്വര തീടനം. ഇനി നെക്സ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചില ആൻഷ്യന്റ് ഇന്ത്യൻ വർക്കുകളെ അതിന്റെ തീം ബേസ് ആയിട്ട് ചോദിക്കും. ഫോർ എക്സാമ്പിൾ നമുക്കൊരു വർക്ക് തരുന്നു നിരുക്ത. യഷ്കയുടെ നിരുക്ത എന്നൊരു വർക്ക് തരുന്നു. നിരുക്ത എന്തിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? എക്സാം ഓപ്ഷനിൽ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ, ഗ്രാമർ, ആർട്സ് അല്ലെങ്കിൽ മ്യൂസിക് എന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തുണ്ടാവും ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. സോ തീം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വർക്കുകളെ അതിന്റെ തീമാറ്റിക് ബേസിൽ തന്നെ പഠിക്കാം. ഇപ്പൊ തന്നിരിക്കുന്നതിൽ അതുലയുടെ മൂഷികവംശവും സന്ധ്യാഗ്രഹ നന്ദിയുടെ രാമചരിതമൊക്കെ അന്നത്തെ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനൊക്കെ പറ്റി സംസാരിച്ച വർക്കുകളാണ്. സോ അത് പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നൊരു ജോണറിലാണ് ആ ഒരു വർക്കൊക്കെ പെടാറുള്ളത്. ഓക്കെ, ബാക്കിയുള്ള പല വർക്കുകളും എന്താണ്? റൊമാൻറ്റിക് പ്ലേസ് ആണ്. വിക്രമാംഗ ദേവചരിതയൊക്കെ എന്താണ്? ആ ഒരു കിങ്ങും ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന പ്രണയകഥയൊക്കെയാണ് അതിലേക്ക് തീം എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഗ്രാമർ റിലേറ്റഡ് വർക്ക്സ് പഠിക്കാം. ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ട് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുണ്ടായ വർക്കുകൾ. ഒന്ന് യഷ്കയുടെ നിരുക്ത എന്ന വർക്കാണ്. യഷ്കയുടെ നിരുക്ത എന്ന വർക്ക്. നെക്സ്റ്റ് ആണ് പാണിനിയുടെ അഷ്ടധ്യായി എന്നുള്ളത്. പാണിനിയുടെ അഷ്ടധ്യായി ഭയങ്കര ഫേമസ് ആണ്. ഇതിന്റെ പിന്നാലെ എഴുതപ്പെട്ട ഒരുപാട് കമന്ററീസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓരോ കമന്ററീസും വന്ന കാലഘട്ടവും ആ ഓരോ കമന്ററീസും ആരെഴുതി എന്നുള്ളതും അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പാണിനിയുടെ അഷ്ടധ്യായിക്ക് പിൽക്കാലത്ത് പതഞ്ജലി എഴുതിയ കമന്ററി ആയിരുന്നു മഹാഭാഷ്യ എന്നുള്ളത്. ഓക്കെ, മഹാഭാഷ്യ. സോ യഷ്കയുടെ നിരുക്ത, പാണിനിയുടെ അഷ്ടധ്യായി, പതഞ്ജലിയുടെ മഹാഭാഷ്യ, ഭർതൃഹരിയുടെ വാക്യപടീയം, അമരസിൻഹയുടെ അമരഘോഷ, പിന്നെ വരരുചിയുടെ പ്രാകൃത് പ്രകാശ്. ഇത്രയും വർക്കുകളാണ് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് ഗ്രാമർ റിലേറ്റഡ് ആയിട്ട് വന്ന വർക്കുകൾ എന്നുള്ളത്, ഫേമസ് ആയിട്ടുള്ള വർക്കുകൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആർട്സ് റിലേറ്റഡ് വർക്ക്സുകൾ നോക്കാം. ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുണ്ടായ ഈ കല, എസ്പെഷ്യലി അന്നത്തെ സ്റ്റേജ് ആർട്ടിനെ പറ്റി പറയുന്ന വർക്കുകൾ. അതിൽ നന്ദികേശയുടെ അഭിനയ ദർപ്പൺ, ഹു among the following is the author of അഭിനയ ദർപ്പൺ എന്നൊക്കെ ചോദിക്കാം. ഓർത്തിരിക്കുക, അഭിനയ ദർപ്പൺ നന്ദികേശയുടെ വർക്കാണ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം, അഭിനവ് ഗുപ്തയുടെ അഭിനവ് ഭാരത്, ഉദയവർമ്മ തമ്പുരാന്റെ ഹസ്തലക്ഷണ ദീപിക. സോ ഇത് നാലും എന്താണ് അറിയണം? ആർട്സ് റിലേറ്റഡ് വർക്കാണെന്ന് അറിയണം. ഈ നാലിന്റെയും ഓതർ ആരാണ് എന്നുള്ളതും അറിയണം. ഓക്കെ, അഭിനയ ദർപ്പൺ നന്ദികേശയുടെ വർക്കാണ്, ഭരതമുനിയുടെ വർക്കാണ് നാട്യശാസ്ത്രം, അഭിനവ് ഗുപ്തയുടെ വർക്കാണ് അഭിനവ് ഭാരത്, ഉദയവർമ്മ തമ്പുരാന്റെ വർക്കാണ് ഹസ്തലക്ഷണ ദീപിക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ഒരു ഫീൽഡ്. ഈ പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള വർക്ക് ഒന്ന് കൗടില്യയുടെ അർത്ഥശാസ്ത്രമാണ്. സോ കൗടില്യയുടെ അർത്ഥശാസ്ത്രമാണ് ആൻഷ്യന്റ് ഇന്ത്യയിൽ നിന്നുണ്ടായ വൺ ഓഫ് ആൻ എക്സലന്റ് ട്രീറ്റേഴ്സ് ഓൺ സ്റ്റേറ്റ് ക്രാഫ്റ്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എങ്ങനെയാണ് ഒരു സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ വേണ്ടത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്ന വർക്കാണ് കൗടില്യയുടെ അർത്ഥശാസ്ത്രം എന്നുള്ളത്. അതിൽ മുന്നോട്ട് വെക്കുന്ന ഒരു സപ്താംഗ തിയറി ഉണ്ട്, ഒരു 7 ലിംസ് ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റ് ആവണമെങ്കിൽ എന്തുണ്ടാവണം? അതിനൊരു 7 ഓർഗൻസ് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ കൗടില്യ 7 കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. സ്വാമി എന്ന കിങ്, ദുർഗ എന്നൊരു ഫോർട്ട്, ജനപദാസ് എന്നുള്ള ഒരു പീപ്പിൾ അല്ലെങ്കിൽ പ്രജകളും, പിന്നെ ടെറിറ്ററി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യക്തമായിട്ട് കൗടില്യ പറഞ്ഞിട്ടുണ്ട്. കൗടില്യയുടെ അർത്ഥശാസ്ത്ര എന്നുള്ളത് പോളിറ്റി ആൻഡ് അഡ്മിനിസ്ട്രേഷൻ റിലേറ്റഡ് വർക്കാണ്. പിന്നെ കാമന്തകയുടെ നീതിസാരം. ഇതിൽ കാമന്തകയുടെ നീതിസാര സാൻസ്ക്രിറ്റ് വർക്ക് നീതിസാരയാണ് കേട്ടോ. നീതിസാര എന്നുള്ള ടൈറ്റിൽ പിൽക്കാലത്ത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്? പല വർക്കുകളും ഇറങ്ങിയിട്ടുണ്ട്, പല പേരുടെയും വർക്കുകളും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് കൽഹനയുടെ രാജതരംഗിണി. അപ്പൊ രാജതരംഗിണിയാണ് നമ്മൾ ഇന്ത്യയിൽ നിന്നുണ്ടായ വൺ ഓഫ് ദ ഏർലിയസ്റ്റ് വർക്ക് ദാറ്റ് ക്യാൻ ബി ക്ലോസ്ലി റിലേറ്റഡ് ടു ഹിസ്റ്ററി എന്നുള്ള രീതിയിൽ വന്ന ഒരു ഏർലിയസ്റ്റ് വർക്ക് രാജതരംഗിണിയാണ് കൽഹനയുടെ. കാശ്മീർ കിങ്ഡത്തിനെ ബേസ് ചെയ്തുകൊണ്ട് കൽഹന എഴുതിയ ഒരു ചരിത്രമാണ് രാജതരംഗിണി എന്നുള്ളത്. നെക്സ്റ്റ് ആണ് സന്ധ്യാഗ്രഹ നന്ദിന്റെ രാമചരിതം എന്നൊരു വർക്ക്. പിന്നെ മൂഷികവംശ, അതുലയുടെ മൂഷികവംശ എന്നുള്ള വർക്ക്. ഇനി പ്ലേസ് ആൻഡ് പോംസിലേക്ക് വരികയാണെങ്കിൽ ശൂദ്രകയുടെ മൃച്ഛകടികം, വിശാഖദത്തയുടെ 2 വർക്കുകളാണ് മുദ്ര രാക്ഷസയും മറ്റൊന്ന് ദേവി ചന്ദ്രഗുപ്തവും. ഓക്കെ, അതിലെ മുദ്ര രാക്ഷസ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വർക്കാണ് മുദ്ര രാക്ഷസ എന്നുള്ളത്. ഇതിന് മുന്നേ മുദ്ര രാക്ഷസയെ ബേസ് ചെയ്തുകൊണ്ട് NTA ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്താണ് മുദ്ര രാക്ഷസയുടെ ഒരു റെലവൻസ് എന്നുള്ളത്? ചന്ദ്രഗുപ്ത മൗര്യ ആ ഒരു മൗര്യൻ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തത് എങ്ങനെയാണ് എന്നുള്ളതിന്റെ ആ ഒരു കഥ ഒരു ഡ്രാമാറ്റിക് ഫോമിൽ നമുക്ക് തരുന്ന ഒരു വർക്കാണ് വിശാഖദത്തയുടെ മുദ്ര രാക്ഷസ എന്നുള്ള വർക്ക്. ഓക്കെ, സോ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ
നന്ദാസ് എന്താ മഗധ ഭരിച്ചിട്ടുണ്ടായിരുന്ന കിങ്ഡംസ്, ഏർലിയർ കിങ്ഡംസ്. അതിൽ ഹരിയങ്കയുണ്ട്, ശിശുനാഗയുണ്ട്, നന്ദാസ് ഉണ്ട്. അങ്ങനെ നന്ദാസിലെ അവസാനത്തെ റൂളറായിരുന്ന ധനനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര് ഫോം ചെയ്യുന്നത്? ചന്ദ്രഗുപ്ത മൗര്യ മൗര്യൻ എംപയർ ഫോം ചെയ്തത്. അപ്പം ഈ ഒരു ധനനന്ദയെ പരാജയപ്പെടുത്താൻ വേണ്ടി, ധനനന്ദക്ക് അദ്ദേഹത്തിന് വളരെ ക്ലോസ് ആയിട്ടുള്ള, അദ്ദേഹത്തിനോട് ഭയങ്കര ലൊയാലിറ്റി ഉള്ള, വളരെ തന്ത്രമുള്ള ഒരു മിനിസ്റ്റർ ഉണ്ട്, അതാണ് രാക്ഷസ. അപ്പൊ ധനനന്ദക്ക് രാക്ഷസയുണ്ട്, അതുപോലെ തന്നെ ചന്ദ്രഗുപ്ത മൗര്യക്കും വളരെ എന്താണ് ബുദ്ധിശാലിയായിട്ടുള്ള ഒരു മിനിസ്റ്റർ ഉണ്ട്. അതായിരുന്നു ആര്? നമ്മുടെ കൗടില്യ അല്ലെങ്കിൽ ചാണക്യ എന്നുള്ളത്. അപ്പൊ ഈ ചാണക്യയും ചന്ദ്രഗുപ്ത മൗര്യയും ഒരു ഭാഗത്ത്, ധനനന്ദയും രാക്ഷസനും ഒരു ഭാഗത്ത്. അപ്പൊ ഇവർ രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കിങ്ഡം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഭാഗമായിട്ട്, അല്ലെങ്കിൽ ചന്ദ്രഗുപ്ത മൗര്യയും കൗടില്യയും എങ്ങനെ ധനനന്ദയെ പരാജയപ്പെടുത്തിക്കൊണ്ട് മൗര്യൻ എംപയർ ഫൗണ്ട് ചെയ്യണം എന്ന പ്ലാനിങ് ഇറക്കുന്നു. രാക്ഷസനും ധനനന്ദയും ചേർന്ന് എങ്ങനെ ഇതിനെ തടഞ്ഞു നിർത്തണം എന്നൊരു പ്ലാനിങ്. സോ ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു മൗര്യൻ എംപയർ ഫോം ചെയ്യുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും നടത്തുന്ന വളരെ തന്ത്രങ്ങളായിട്ടുള്ള, വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന വർക്കാണ് മുദ്ര രാക്ഷസ എന്നുള്ള വിശാഖദത്തയുടെ വർക്ക്. ഓക്കെ. മറ്റൊന്നാണ് ദേവി ചന്ദ്രഗുപ്തം എന്നുള്ളത്. അതൊരു ലവ് സ്റ്റോറിയാണ്. ഓക്കെ. പിന്നെ ഭൈരവിയുടെ വർക്കാണ് കിരാതർജുനീയം എന്നുള്ളത്. ഭൈരവിയുടെ വർക്കാണ് കിരാതർജുനീയം. പ്രവരസേനയുടെ വർക്കാണ് സേതുബന്ധ കാവ്യം. പ്രവരസേനയുടെ വർക്കാണ് സേതുബന്ധ കാവ്യം. ദന്തിന്റെ വർക്കാണ് കാവ്യദർശ ദശകുമാര ചരിതം. അപ്പം ദന്തിന്റെ വർക്ക് ഡി എന്നുള്ളത് ഇതിൽ ഓർക്കാം. ദർശ, കാവ്യദർശന്റെ ദർശയും ദശകുമാര ചരിതവും. സോ രണ്ടും ദന്തിന്റെ വർക്കുകളാണ്. മാഗയുടെ വർക്കാണ് ശിശുപാലവധ എന്നുള്ളത്. മാഗയുടെ വർക്കാണ് ശിശുപാലവധം. സോ മൃച്ഛകടികത്തെ പറ്റി പറയുകയാണെങ്കിൽ, മൃച്ഛകടികം ഒരു ഇൻകംപ്ലീറ്റ് വർക്കാണ് എന്നാണ് പറയപ്പെടുന്നത്. ശൂദ്രകൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നീട് മൃച്ഛകടികം കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു കംപ്ലീറ്റഡ് വേർഷൻ അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഫോം എഴുതുന്നത് പിൽക്കാലത്ത് ഭാസനാണ് എന്നാണ് പറയപ്പെടാറുള്ളത്. ഓക്കെ. പിന്നെ ശൂദ്രകയുടെ മൃച്ഛകടികം ഓർക്കുക. വിശാഖദത്തയുടെ രണ്ട് ഇമ്പോർട്ടന്റ് വർക്കുകൾ, ഒന്ന് മുദ്രരാക്ഷസാണ്, മറ്റൊന്ന് ദേവി ചന്ദ്രഗുപ്തമാണ്. ഭൈരവിയുടെ കിരാതർജുനീയം, പ്രവരസേനയുടെ സേതുബന്ധ കാവ്യം, ദന്തിന്റെ കാവ്യദർശ ദശകുമാര ചരിതം, മാഗയുടെ ശിശുപാലവധം. ഓക്കെ. ഭാവഭൂതിയുടെ ഉത്തര രാമചരിതം, ശങ്കരാചാര്യയുടെ സൗന്ദര്യ ലഹരി, സുബന്ധുവിന്റെ വാസവദത്തം. സോ ഇത്രയും വർക്കുകൾ ഓർത്തിരിക്കാം. ഇനി കാളിദാസന്റെ കുറച്ച് വർക്കുകൾ നോക്കുകയാണെങ്കിൽ, കാളിദാസന്റെ വർക്കാണ് ഒന്ന് അഭിജ്ഞാന ശാകുന്തളം, മറ്റൊന്ന് മാളവികാഗ്നിമിത്രം. അഭിജ്ഞാന ശാകുന്തളം വളരെ പോപ്പുലർ ആയിട്ടുള്ള ആ ഒരു കഥ, ശാകുന്തളായിട്ട്. പിന്നെ മാളവികാഗ്നിമിത്രം എന്നുള്ളത് ഈ ഒരു ശുംഗ ഡൈനാസ്റ്റിയിലെ അഗ്നിമിത്ര ശുംഗയും ആ ഒരു കൊട്ടാരത്തിലെ മാളവിക എന്ന് പറയുന്ന ഒരു കൊട്ടാരത്തിലെ ഒരു വേലക്കാരി, ഒരു കൊട്ടാരത്തിലെ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുമായിട്ടുള്ള ഒരു ലവ് സ്റ്റോറിയാണ് മാളവികാഗ്നിമിത്രത്തിന്റെ തീം എന്നുള്ളത്. ഓക്കെ. സോ അഗ്നിമിത്ര ശുംഗ എന്നുള്ളത് നമ്മുടെ പുഷ്യമിത്ര ശുംഗ ഉണ്ടല്ലോ, ശുംഗ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആയിരുന്ന പുഷ്യമിത്ര ശുംഗ. ഈ പുഷ്യമിത്ര ശുംഗയുടെ മകനും സക്സസറുമാണ് അഗ്നിമിത്ര ശുംഗ എന്നുള്ളത്. ഈ അഗ്നിമിത്ര ശുംഗയുടെ ഒരു ലവ് സ്റ്റോറിയാണ് മാളവികാഗ്നിമിത്രം എന്നുള്ള ആ ഒരു പ്ലേ. പിന്നെയാണ് വിക്രമോർവശീയം എന്നൊരു വർക്ക്, രഘുവംശ, കുമാരസംഭവ, ഋതുസംഹാര, മേഘദൂത്. ഇത്രയും വർക്കുകളാണ് കാളിദാസന്റെ ഫേമസ് ആയിട്ടുള്ള വർക്ക്. അതിൽ ഋതുസംഹാര എന്നുള്ള വർക്ക് സീസൺസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. സീസൺസിനെ പറ്റി പറയുന്നതാണ് ഋതുസംഹാരം. മേഘദൂത് എന്നുള്ളത് ഒരു സന്ദേശകാവ്യം എന്നുള്ള ഒരു കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു വർക്കാണ്, കാറ്റഗറിയിൽ പെടുത്തുന്ന ഒരു വർക്കാണ് മേഘദൂത് എന്നുള്ളത്. ഓക്കെ. സോ കാളിദാസന്റെ വർക്കുകൾ ഓർത്തിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് ഭാസയുടെ വർക്കുകളാണ്. ഓക്കെ. ഭാസൻ കേരളത്തിലാണ് എന്നുള്ളതൊക്കെ ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ അഭിപ്രായമുണ്ട്, ഒരു കേരളീയനാണ് ഭാസൻ എന്നുള്ളതൊക്കെ. എനിവേ ഭാസന്റെ വർക്കാണ് ഒന്ന് സ്വപ്നവാസുദത്ത, മറ്റൊന്ന് ദരിദ്ര ചാരുദത്ത. അപ്പൊ ഈ ദരിദ്ര ചാരുദത്തയാണ് ശൂദ്രകയുടെ മൃച്ഛകടികവുമായിട്ട് ബന്ധപ്പെട്ട വർക്ക് എന്നുള്ളത് ഓർക്കുക. ഓക്കെ. അപ്പൊ ശൂദ്രകയുടെ മൃച്ഛകടികം എന്നുള്ളത് അത് ഇൻകംപ്ലീറ്റ് ആണ് എന്ന് പറയപ്പെടുന്നു. അതിന്റെ ഒരു ബാക്കി വേർഷൻ എന്ന പോലെയാണ് ഭാസൻ ദരിദ്ര ചാരുദത്ത എഴുതിയിട്ടുള്ളത് എന്ന്. ഓക്കെ. പിന്നെ ഊരുഭംഗം കർണഭാരം, ഊരുഭംഗവും കർണഭാരവും ഇത് രണ്ടും ട്രാജിക് എൻഡിങ്സ് ആണ്. അപ്പൊ ബാക്കി രണ്ടും സ്വപ്നവാസദത്തയും ദരിദ്ര ചാരുദത്തൊക്കെ ഒരു റൊമാൻറ്റിക് വർക്ക് എന്നുള്ളൊരു ലൈനിൽ നമുക്ക് പെടുത്താം. ഊരുഭംഗവും കർണഭാരവും ഇത് രണ്ടും ട്രാജിക് വർക്കുകളാണ്. കർണഭാരത്തില് കർണന്റെ പതനമാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് യൗഗന്ധരയനം എന്നൊരു വർക്ക്, ഇതും ഭാസയുടെ വർക്കാണ്. അപ്പൊ ടോട്ടലി ഭാസന്റെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട 5 വർക്കുകളാണ് ഉള്ളത്. ഒന്ന് സ്വപ്നവാസവദത്ത, മറ്റൊന്ന് ദരിദ്ര ചാരുദത്ത, ഊരുഭംഗം, കർണഭാരം, യൗഗന്ധരയനം.
ഓക്കെ. ഇനി സയൻസ് ആൻഡ് ടെക്നോളജി എന്നൊരു കാറ്റഗറിയിൽ ഒരു ആൻഷ്യന്റ് ഇന്ത്യൻ കാലഘട്ടത്തിൽ നിന്ന് സയൻസും ടെക്നോളജിയൊക്കെ അല്ലെങ്കിൽ സയൻസും ബാക്കി ഫീൽഡൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് വർക്കുകളുണ്ട്. ഇതിൽ ഒട്ടുമുക്ക വർക്കുകളും വരുന്നത് ഗുപ്ത പീരീഡിൽ നിന്നാണ്. സോ ഗുപ്താസിന്റെ കാലഘട്ടം ഈ ഒരു സയൻസിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെന്റ് ഉണ്ടായ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗുപ്താസിന്റെ കാലഘട്ടത്തെ ഗോൾഡൻ പീരീഡ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ഹിസ്റ്റോറിയൻസ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ. സോ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് വർക്കുകൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഒന്ന് ആര്യഭട്ടയുടെ ആര്യഭട്ടീയം ആര്യ സിദ്ധാന്ത എന്ന് പറയും. ആര്യഭട്ടീയവും ആര്യ സിദ്ധാന്തയും ഇത് രണ്ടിന്റെയും ഓദർ ആര്യഭട്ടയാണ്. മറ്റൊന്ന് പഞ്ചസിദ്ധാന്തിക എന്ന വരാഹമിഹിരയുടെ വർക്കാണ്. പഞ്ചസിദ്ധാന്തിക എന്ന വരാഹമിഹിരയുടെ വർക്ക്. വേദാന്ത ജ്യോതിഷ് ലഗാഥയുടെ വേദാന്ത ജ്യോതിഷ്. പിംഗലാചാര്യയുടെ ഛന്ദശാസ്ത്രം. പിംഗലാചാര്യയുടെ ഛന്ദശാസ്ത്രം. ബ്രഹ്മഗുപ്തയുടെ ബ്രഹ്മസ്ഫുത സിദ്ധാന്തം. ബ്രഹ്മഗുപ്തയുടെ ബ്രഹ്മസ്ഫുത സിദ്ധാന്തം. ഭാസ്കര സെക്കൻഡിന്റെ സിദ്ധാന്ത ശിരോമണി. ചരകയുടെ അഗ്നിവേശ സംഹിത. ഓക്കെ. ആര്യഭട്ടീയം ആര്യ സിദ്ധാന്തം ആര്യഭട്ടയുടേതാണ്. പഞ്ചസിദ്ധാന്തിക വരാഹമിഹിരുടേതാണ്. വേദാന്ത ജ്യോതിഷ് ലഗാഥയുടേതാണ്. ഛന്ദശാസ്ത്ര പിംഗലാചാര്യയുടേതാണ്. ബ്രഹ്മസ്ഫുത സിദ്ധാന്ത ബ്രഹ്മഗുപ്തയുടേതാണ്. ഭാസ്കര സെക്കൻഡിന്റെതാണ് സിദ്ധാന്ത ശിരോമണി. ചരകയുടേതാണ് അഗ്നിവേശ സംഹിത. പിന്നെ അഷ്ടാംഗ ഹൃദയ അഷ്ടാംഗ സംഗ്രഹ ഈ രണ്ടു വർക്കും വാഗ്ഭടയുടെ വർക്കുകളാണ്. അഷ്ടാംഗ ഹൃദയ അഷ്ടാംഗ സംഗ്രഹ ഇത് രണ്ടും വാഗ്ഭടയുടെ വർക്കാണ്. മഹാസിദ്ധാന്ത ആര്യഭട്ട സെക്കൻഡിന്റെ വർക്കാണ്. പിന്നെ ഭക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത്. ഭക്ഷാലി മാനുസ്ക്രിപ്റ്റിന്റെ റെലവൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ ഓൾഡസ്റ്റ് സർവൈവിംഗ് മാനുസ്ക്രിപ്റ്റ് ഓൺ മാത്സ്. മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഓൾഡസ്റ്റ് സർവൈവിംഗ് മാനുസ്ക്രിപ്റ്റ് ആണ് ഭാക്ഷാലി മാനുസ്ക്രിപ്റ്റ് എന്നുള്ളത്. ഇതിൽ 0 മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ. സോ ഭാക്ഷാലി മാനുസ്ക്രിപ്റ്റ് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഒന്ന്, അത് മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആണ്. രണ്ട്, അതിൽ 0 മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഓർക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Who among the following was not a വിഷ്ണു കുണ്ഡ്യൻ കിങ്? സോ താഴെ തന്നിരിക്കുന്നതിൽ വിഷ്ണു കുണ്ഡ്യൻ ഡൈനാസ്റ്റി ഡെക്കാൻ ബേസ് വക്കടക്കാസിന് ശേഷമൊക്കെ എന്താണ് ഒരു കാലഘട്ടത്തിൽ 5th സെഞ്ചുറി 6th സെഞ്ചുറി കാലഘട്ടത്തിൽ ഡെക്കാനൊക്കെ ഭരിച്ച ഡൈനാസ്റ്റിയാണ് വിഷ്ണു കുണ്ഡ്യൻ ഡൈനാസ്റ്റി എന്നുള്ളത്. സോ അതിലെ രാജാവല്ലാത്ത ആൾ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗോപവർമ്മൻ, ഓപ്ഷൻ ബി മാധവവർമ്മൻ, ഓപ്ഷൻ സി ഗോവിന്ദവർമ്മൻ, ഓപ്ഷൻ ഡി ദേവവർമ്മൻ. Who among the following was not a വിഷ്ണു കുണ്ഡ്യൻ കിങ്? ഗോപവർമ്മനാണോ, മാധവവർമ്മനാണോ, ഗോവിന്ദവർമ്മനാണോ, ദേവവർമ്മനാണോ? ആരാണ് വിഷ്ണു കുണ്ഡ്യൻസിന്റെ ഫൗണ്ടർ? മാധവവർമ്മനാണ് കേട്ടോ. പിന്നെ ഗോവിന്ദവർമ്മനും ദേവവർമ്മനൊക്കെ പിൽക്കാലത്ത് വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസി ഭരിച്ച രാജാക്കന്മാരാണ്. തന്നിരിക്കുന്നതിൽ വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസിയിലെ മെമ്പർ അല്ലാത്ത ആള് ആരാണ്? ഗോപവർമ്മനാണ്. സോ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ഓക്കെ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സോ വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസിയെ പറ്റി പറയുകയാണെങ്കിൽ The Vishnukuntina dynasty was an Indian imperial power controlling Deccan, Odisha and parts of South India. Deccan, ഒഡീഷയും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലെ ബാക്കി പാർട്ടുകളും 5ാം നൂറ്റാണ്ട് 6ാം നൂറ്റാണ്ടുകൾ കാലഘട്ടത്തിൽ ഭരിച്ച ഡൈനാസ്റ്റി ആയിരുന്നു വിഷ്ണുകുണ്ഡിൻസ് എന്നുള്ളത്. ഓക്കെ. സോ അവരുടെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഫൗണ്ടർ മാധവവർമ്മനാണ്. വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ എന്നുള്ളത് മാധവവർമ്മൻ ഫസ്റ്റ് ആണ്. അതിലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജാവാണ് മാധവവർമ്മൻ സെക്കൻഡ് എന്നുള്ളത്. കൂട്ടത്തിലെ ഗ്രേറ്റ് കിങ് ആയിട്ട് പറയപ്പെടുന്നത് മാധവവർമ്മൻ സെക്കൻഡ് ആണ്. ഈ മാധവവർമ്മൻ ഫസ്റ്റ് ഉണ്ടല്ലോ, വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ മാധവവർമ്മൻ ഫസ്റ്റ്, അദ്ദേഹം ഈ വേദാസിലെ യജ്ഞാസ് ഒക്കെ കണ്ടക്ട് ചെയ്തതായിട്ട് അശ്വമേധവും രാജസൂയൊക്കെ പോലെയുള്ള യാഗങ്ങളൊക്കെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആ രീതിയിൽ മെൻഷനിങ് ഉണ്ട്. ഓക്കെ. ഇനി ഗ്രേറ്റ് കിങ് എന്നുള്ളത് മാധവവർമ്മൻ സെക്കൻഡ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു എന്താണ് ടൈറ്റിലാണ് തിരുപ്ത മലയാധിപതി എന്നൊരു ടൈറ്റിൽ മാധവവർമ്മൻ സെക്കൻഡിനുണ്ട്. അപ്പൊ വിഷ്ണുകുണ്ഡ്യൻ ഡൈനാസ്റ്റിയിലെ വൺ ഓഫ് ദ രാജാവായിരുന്ന മാധവവർമ്മൻ സെക്കൻഡിന്റെ ടൈറ്റിലാണ് തിരുപ്ത മലയാധിപതി എന്നുള്ളത്. അദ്ദേഹത്തെ പറ്റി മറ്റൊരു ഫാക്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്, ഹി എൻകറേജ് ഹ്യൂമൻ സാക്രിഫൈസ്, മനുഷ്യബലി അല്ലെങ്കിൽ നരബലിയെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? എൻകറേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇവരുടെ ക്യാപിറ്റൽ എന്നുള്ളത് ഇന്ദ്രപുരം അല്ലെങ്കിൽ പേതാന്തു മലകുടയം, വിനുക്കോണ്ട ഗുണ്ടൂർ ഡിസ്ട്രിക്റ്റിലെ ദന്തൂലൂരു, ഇതൊക്കെയാണ് ഈ വിഷ്ണുകുണ്ഡ്യൻസിന്റെ ക്യാപിറ്റൽസ് ആയിട്ടുണ്ടായിരുന്നത്. ഇനി അവരുടെ ഇൻസ്ക്രിപ്ഷൻസിൽ അവരെ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ദേ ആർ അമരപുരീശ്വരാസ് എന്നുള്ള രീതിയിലാണ്. അമരപുരീശ്വരാസ് ആണ്. അതുപോലെ തന്നെ അവർ ശ്രീപാർവത സ്വാമി വേർഷിപ്പേഴ്സ് ആണ് എന്നുള്ള രീതിയിലാണ് വിഷ്ണുകുണ്ഡ്യനാസിന്റെ ഇൻസ്ക്രിപ്ഷൻസിൽ അവരെ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്.
ഓക്കെ, അമരപുരീശ്വരാസ് ആണ്, അതുപോലെ തന്നെ ശ്രീ പാർവത സ്വാമി വേർഷിപ്പേഴ്സ് ആണ് എന്നുള്ളതാണ് ഇവരെ പറ്റി മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി the Vishnugundan reign came to an end with the conquest of the eastern Deccan by the Chalukya Pulakeshin II. ഇനി ഇവരുടെ ഒരു അവസാനം എങ്ങനെയാണ് ചോദിക്കുകയാണെങ്കിൽ ചാലുക്യ കിങ് ആയിട്ടുള്ള പുലകേശിൻ സെക്കൻഡ്, ഈ പുലകേശിൻ സെക്കൻഡ് ഈ ഒരു ഇവരെ എന്ത് ചെയ്തിട്ട് പരാജയപ്പെടുത്തിക്കൊണ്ടാണ് വിഷ്ണുകുണ്ടിന ഡൈനാസിയുടെ ഭരണം അവസാനിക്കുന്നത്. അപ്പൊ അവരുടെ ഭരണത്തിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഭരണം അവസാനിച്ചതിന് ശേഷം ഗോദാവരി നോർത്തിലേക്കുള്ള ഏരിയ ഫ്രീ ആവുന്നു, കലിംഗ ഇൻഡിപെൻഡന്റ് ആവുന്നു, കൃഷ്ണ റിവറിന് താഴെയുള്ള സൗത്ത് കൃഷ്ണ എന്നുള്ള സ്ഥലം അത് പല്ലവാസി പിടിച്ചെടുക്കണം. ഈ രീതിയിലായിരുന്നു കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇവരുടെ രാജാക്കന്മാരുടെ അല്ലെങ്കിൽ ഒരു രാജാക്കന്മാരുടെ ക്രൊണോളജി നോക്കുകയാണെങ്കിൽ മാധവർമ്മൻ ഫസ്റ്റ് ആണ്, അദ്ദേഹമാണ് ആദ്യത്തെ റൂളർ അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദ വിഷ്ണുകുണ്ടിൻസ് എന്നുള്ളത്. പിന്നീട് അദ്ദേഹത്തിനെ പറ്റി അവിടെ പറയുന്നുണ്ട് അശ്വമേധ യജ്ഞവും അതുപോലെ തന്നെ രാജസൂയ യജ്ഞമൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. പിന്നീട് വരുന്ന റൂളർ എന്നുള്ളത് ദേവവർമ്മനാണ്. ദേവവർമ്മനും നമുക്ക് ഓപ്ഷനിൽ ഉണ്ടായ റൂളർ ആയിരുന്നു ദേവവർമ്മൻ എന്നുള്ളത്. മൂന്നാമത്തെ റൂളറാണ് മാധവവർമ്മൻ സെക്കൻഡ്. അദ്ദേഹമാണ് നമ്മൾ പറഞ്ഞത് ഹി വാസ് ദ ഗ്രേറ്റ് എമംഗ് ദ അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് എമംഗ് ദ വിഷ്ണുകുണ്ടിൻസ് എന്നുള്ളത്. വിഷ്ണുകുണ്ട ഡൈനാസിയിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള രാജാവ് എന്നുള്ളത് മാധവവർമ്മൻ സെക്കൻഡ് ആണ്. അദ്ദേഹത്തിന് തിരുക്ത മലയാധിപതി എന്നൊരു ടൈറ്റിൽ ഉണ്ട് എന്നുള്ളതും അദ്ദേഹം ഹ്യൂമൻ സാക്രിഫൈസസ് എൻകറേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, പിന്നെയുള്ള റൂളറാണ് വിക്രമേന്ദ്രവർമ്മൻ ഫസ്റ്റ്, പിന്നെ ഇന്ദ്രവർമ്മൻ, പിന്നെ വിക്രമേന്ദ്രവർമ്മൻ, പിന്നെ ഗോവിന്ദവർമ്മൻ, മാധവവർമ്മൻ. അപ്പൊ ഗോപവർമ്മൻ ഇല്ല കേട്ടോ, ഗോവിന്ദവർമ്മനും മാധവവർമ്മനും ദേവവർമ്മനൊക്കെ വിഷ്ണുകുണ്ട ഡൈനാസിയിലെ രാജാക്കന്മാരാണ്. ഓക്കെ, അപ്പൊ ഒരു ക്രോണോളജിയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളൂ. എന്ത് ചെയ്യാം, ഈ ഒരു ചോദ്യ പേപ്പറിൽ ചൗഹാൻസിന്റെയും അല്ലെങ്കിൽ തൊപ്പാർസിന്റെ ഒക്കെ നമുക്ക് അറിയാം, നമ്മൾ അത്ര പോപ്പുലർ അല്ല അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് ഡൈനാസ്റ്റിയിലൊക്കെ ക്രോണോളജി ഒക്കെ ചോദിച്ചിട്ടുണ്ട്, റൂളേഴ്സിന്റെ ക്രോണോളജി ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സോ ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം, വിഷ്ണുകുണ്ടിൻസിനൊക്കെ പറ്റി ചോദിക്കാം, ആ ഒരു ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. Arrange the following events that took place during the Pala rule in chronological order. So പാലാസിന്റെ ഭരണകാലഘട്ടം പാലാസ് ബംഗാൾ ബേസ് ചെയ്ത് ഭരിച്ച എന്താണ് കിങ്ഡമാണ്. ശശാങ്കക്ക് ശേഷം പിന്നീട് ബംഗാളിൽ വരുന്നതാണ് പാല ഡൈനാസ്റ്റി എന്നുള്ളത്. ഈ പാലാസിന്റെ കാലഘട്ടത്തിൽ നടന്ന കുറച്ച് ഇൻസിഡൻസ് ഉണ്ട്. ഈ ഇൻസിഡൻസിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് എ, പാലാസ് ലെഡ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് കലിംഗ ആൻഡ് കാമരൂപ. കലിംഗക്കെതിരെയും കാമരൂപക്കെതിരെയും പാലാസ് ക്യാമ്പയിനിങ് നടത്തിയത്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫേമസ് ടെമ്പിൾ ഓഫ് ഗദാധാര ബൈ ദ പാലാസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിക്രംശില യൂണിവേഴ്സിറ്റി ബൈ ദ പാലാസ്, ഗ്രാൻഡ് ഓഫ് 5 വില്ലേജസ് ബൈ ദ പാലാസ് ഫോർ ദ മൊണാസ്ട്രി ബിൽറ്റ് ബൈ ദ കിങ് ഓഫ് സുവർണദ്വീപ. ഈ ഒരു ചോദ്യമൊക്കെ ഇതിന് മുന്നേയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പാലാസിലെ റൂളറായിരുന്ന ദേവപാലയുടെ കാലഘട്ടത്തിൽ സുവർണദ്വീപയിലെ രാജാവായിട്ടുള്ള ബാലപുത്ര ദേവയുടെ ഡിക്വസ്റ്റ് പ്രകാരം 5 വില്ലേജുകൾ എന്താണ് നളന്ദ മൊണാസ്ട്രിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെന്നല്ല, ഇതിന് മുന്നേ എനിക്ക് ചോദിച്ചിട്ടുണ്ട് ഏത് റൂളാണ് കൊടുത്തത് എന്നൊക്കെ. പിന്നെ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, പാലാസ് ലെഡ് ആൻ ആർമി ക്യാമ്പയിൻ അഗൈൻസ്റ്റ് കൈവർത്താസ്. കൈവർത്ത റിബലിൻ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൈവർത്ത റിബലിൻ ഏത് പാലാ കിങ്ങിന്റെ കാലഘട്ടത്തിലാണ് ഉണ്ടായത് എന്നൊക്കെ ഓർത്ത് നോക്കാം. സോ ഇതാണ് സ്റ്റേറ്റ്മെന്റ്സുകൾ. എക്സ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് വിക്രംശില യൂണിവേഴ്സിറ്റി, ഗ്രാൻഡ് ഓഫ് 5 വില്ലേജസ് ബൈ ദ പാലാസ്, പാലാസ് ലെഡ് ക്യാമ്പയിൻ അഗൈൻസ്റ്റ് കലിംഗ കാമരൂപ, കൺസ്ട്രക്ഷൻ ഓഫ് ദ ഫേമസ് ടെമ്പിൾ ഓഫ് ഗദാര. സോ ഇതിന്റെ കറക്റ്റ് ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം എന്താ ഇൻസിഡന്റ് എന്നുള്ളത്, പല റൂളേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഗോപാലയാണ് ഫൗണ്ടർ. ഗോപാലയ്ക്ക് ശേഷം ഗോപാലയുടെ കാലഘട്ടത്തിൽ അധികം ഇൻസിഡൻസ് നടക്കണില്ല. ഗോപാലയുടെ കാലഘട്ടത്തിൽ ഈ ഒരു പറയപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റും ഗോപാലയ്ക്ക് മാച്ച് അല്ല. പിന്നെ വരുന്നതാണ് ധർമ്മപാല. ധർമ്മപാലയാണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ കൂട്ടത്തിൽ ആദ്യം വരിക സി ആണ്. ഓക്കെ, പിന്നെ വരുന്ന റൂളറാണ് ദേവപാല. ദേവപാലയാണ് ഈ ഒരു 5 വില്ലേജസ് എന്തിനു കൊടുത്തിട്ടുള്ളത്, ഈ ഒരു നളന്ദ മൊണാസ്ട്രിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ബാലപുത്ര ദേവയുടെ സുവർണദ്വീപയിലെ രാജാവിന്റെ റിക്വസ്റ്റ് പ്രകാരം 5 വില്ലേജസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ സി ഡി എന്നൊരു ഓപ്ഷൻ വരും. പിന്നെയാണ് ഗദധാര എന്നുള്ള ആ ഒരു ടെമ്പിൾ. പിന്നീട് വരുന്ന റൂളാണ് ഗദാര കൺസ്ട്രക്ട് ചെയ്യുന്നത്. പിന്നെയാണ് ഈ ഒരു കൈവർത്ത റിബല്യൻ മഹിപാലയുടെ കാലഘട്ടത്തിൽ. പിന്നെ നമ്മുടെ പാലസ് കലിംഗ കാമരൂപയൊക്കെ പിടിച്ചെടുക്കുന്നത്. സോ കറക്റ്റ് ഓർഡർ CDBEA എന്നുള്ളതാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഓപ്ഷൻ എ ABCDE, ഓപ്ഷൻ ബി BCDEA, ഓപ്ഷൻ സി CDBEA, ഓപ്ഷൻ ഡി DBEAC.
സോ ഇതിലെ കറക്റ്റ് ഓർഡർ എന്നുള്ളത് CDBEA എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓർഡർ. ഓക്കെ, CDBEA എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഓർഡർ. നമുക്ക് എന്ത് ചെയ്യാം, പാലാസിന്റെയും ബംഗാളിന്റെ ഒക്കെ ഒരു ഹിസ്റ്ററി ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. സോ ഏർലി ബംഗാൾ അത് ആദ്യം അതാണ് പാലാസിന്റെ ഒരു ഫോർമേഷന് മുന്നേ അല്ലെങ്കിൽ ഗോപാല പാല ഡൈനാസ്റ്റി ഫോം ചെയ്യുന്നതിന് മുന്നേ ബംഗാൾ എന്നുള്ളത് പോപ്പുലർലി ശശാങ്കയുടെ കീഴിലായിരുന്നു. So early Bengal and Shashank. Bengal was part of the Maurya and Gupta empires but remained politically insignificant after Gupta's decline. ഗുപ്താസിന്റെ ആ ഡിക്ലൈന് ശേഷം പിന്നെ ബംഗാൾ എന്ത് ചെയ്തിട്ടില്ല, ബംഗാൾ അധികം പൊളിറ്റിക്കലി സിഗ്നിഫിക്കൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ കലിംഗൊക്കെ ആയിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ട് ഉണ്ടായിരുന്നത്. പിന്നീട് ശശാങ്ക ആയിരുന്നു ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് റൂളർ. ഗുപ്താസിനൊക്കെ ശേഷം പിന്നീട് ബംഗാൾ ഭരിക്കുന്ന ഫസ്റ്റ് സിഗ്നിഫിക്കന്റ് റൂളർ എന്നുള്ളത് ശശാങ്ക ആയിരുന്നു. ശശാങ്കയുടെ ക്യാപിറ്റൽ കർണസുവർണയിലാണ്. അദ്ദേഹം ആ ഒരു ബംഗാൾ കിങ്ഡത്തെ ഒഡീഷ, കനൗജ് പോലുള്ള ഏരിയാസിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്തു. അദ്ദേഹവും ഹർഷവർദ്ധനും പുഷ്യഭൂതി ഡൈനാസ്റ്റിയിൽ അല്ലെങ്കിൽ താനേശ്വറിൽ ഹർഷവർദ്ധനായിട്ട് ഈ ശശാങ്ക ഫൈറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ശശാങ്കയുടെ മരണശേഷം വീണ്ടും എന്തായി, ബംഗാളിന്റെ പൊളിറ്റിക്സ് തകർന്നു. ബംഗാൾ വീണ്ടും ഒരു പൊളിറ്റിക്കൽ അൺസർട്ടേണിറ്റി ഉടലെടുത്തു എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ബംഗാൾ അണ്ടർ ശശാങ്ക എന്നുള്ള ഒരു ഏരിയ ആണ്. ശശാങ്കയുടെ ക്യാപിറ്റൽ കർണസുവർണയാണ്. അദ്ദേഹം ഒഡീഷയിലേക്കും കനൗജിലേക്കൊക്കെ തന്റെ കിങ്ഡം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർഷവർദ്ധനുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ഓർക്കുക. പിന്നീടാണ് ശശാങ്കയുടെ ഡിക്ലൈന് ശേഷം ബംഗാൾ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടൈനിറ്റി വരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ബംഗാളിലെ ചീഫുകളെ കൂടി അവിടുത്തെ ലോക്കൽ ഒരു ഡിസ്ട്രിക്റ്റിലെ വില്ലേജസിലൊക്കെ ചീഫ്സുകളൊക്കെ കൂടിയിട്ടാണ് നമ്മുടെ ഗോപാലയെ അവിടെ റൂളറായിട്ട് എലക്ട് ചെയ്തത്. ഓക്കെ, എലക്ട് ചെയ്യപ്പെട്ടതാണ്. സോ ബംഗാൾ വാസ് ഇൻ പൊളിറ്റിക്കൽ അനാർക്കി ആസ്റ്റർ ശശാങ്ക. ചീഫ്സ് എലക്ടഡ് ഗോപാല ആസ് റൂളർ. ഗോപാലയെ റൂളറായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു. അദ്ദേഹമാണ് പിന്നീട് പാല ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത് മിഡ് 8th സെഞ്ചുറിയിൽ. അപ്പൊ ഹി ബ്രോട്ട് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ടു ബംഗാൾ. അങ്ങനെ ബംഗാളിന്റെ ഒരു പൊളിറ്റിക്കൽ അൺസർട്ടനിറ്റിയും പൊളിറ്റിക്കൽ അനാർക്കിയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് ബംഗാളിലെ സ്റ്റെബിലിറ്റിയും പ്രോസ്പെരിറ്റി ഒക്കെ കൊണ്ടുവന്ന റൂളറാണ് നമ്മുടെ ഗോപാല എന്നുള്ളത്. പിന്നീട് വരുന്ന ആളാണ് ധർമ്മപാല എന്നുള്ള റൂളർ. ധർമ്മപാല ഇപ്പോൾ അറൌണ്ട് 780 to 815 CE ധർമ്മപാലയുടെ കാലഘട്ടം. ഹി വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പാല റൂളേഴ്സ് എന്ന് RC മജുംദാർ ധർമ്മപാലയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗ്രേറ്റസ്റ്റ് പാല റൂളർ എന്ന് RC മജുംദാർ ധർമ്മപാലയെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഹി പ്ലേഡ് എ കീ റോൾ ഇൻ ദ ട്രിപ്പറ്റേറ്റ് സ്ട്രഗിൾ ഫോർ കൺട്രോൾ ഓഫ് കനൗസ് അഗൈൻസ്റ്റ് പ്രതിഹാരാസ് ആൻഡ് രാഷ്ട്രകൂടാസ്. അപ്പോൾ ഏർലി മിഡീവൽ ഇന്ത്യ അല്ലെങ്കിൽ ആൻഷ്യൻ ആ ഒരു കാലഘട്ടത്തിലെ ഇന്ത്യയിലെ ഒരു പ്രധാന അല്ലെങ്കിൽ ഒരു സിഗ്നിഫിക്കന്റ് ഏരിയ ആയിരുന്നു, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയിരുന്നു കനൗജ് എന്നുള്ളത്. ഈ കനൗജിന് വേണ്ടി നിരന്തരമായിട്ട് രാഷ്ട്രകൂടാസും പ്രതിഹാരാസും പാലാസും തമ്മിൽ എന്തുണ്ടാവും, ഒരു സ്ട്രഗിൾ ഉണ്ടാവാറുണ്ട്. ആ ഒരു കോൺഫ്ലിക്റ്റ് ആണ് നമ്മൾ ട്രിപ്പാർട്ടേറ്റ് സ്ട്രഗിൾ എന്ന് പറയാറ്. മൂന്ന് ആൾക്കാർ ഇൻവോൾവ് ആയതുകൊണ്ടാണ് ട്രിപ്പാർട്ടേറ്റ് സ്ട്രഗിൾ എന്ന് പറയാറുള്ളത്. പാലാസ്, പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്. പാലാസ്, ഗുർജര പ്രതിഹാരാസ്, രാഷ്ട്രകൂടാസ്. സോ ഇതിൽ ധർമ്മപാല എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഹി ഹെൽഡ് ആൻ ഇംപീരിയൽ അസംബ്ലി അറ്റ് കനൗജ് വെർ ഹി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് ഓവർലോഡ് ഓഫ് നോർത്ത് ഇന്ത്യ. അദ്ദേഹം കനൗജിൽ വെച്ച് ഒരു ഇംപീരിയൽ അസംബ്ലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇംപീരിയൽ അസംബ്ലിയിൽ അദ്ദേഹം എന്ത് ഡിക്ലെയർ ചെയ്തു, ഇദ്ദേഹമാണ് നോർത്ത് ഇന്ത്യയുടെ ഓവർലോഡ് എന്ന രീതിയിൽ ഡിക്ലെയർ ചെയ്തു. ഇദ്ദേഹം ബുദ്ധിസം പാറ്റർനൈസ് ചെയ്തിട്ടുണ്ട്. ധർമ്മപാല പാറ്റർനൈസ്ഡ് ബുദ്ധിസം ആൻഡ് ധർമ്മപാല ഫൗണ്ടഡ് വിക്രംശില യൂണിവേഴ്സിറ്റി. സോ ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഇദ്ദേഹം ടെമ്പറലി എക്സ്റ്റെൻഡ് അദ്ദേഹത്തിന്റെ കിങ്ഡം പഞ്ചാബ്, സിന്ധു, കാംഗ്ര, ഈസ്റ്റ് പഞ്ചാബ്, ജയ്പൂർ, മൽവ, ബെറാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ കിങ്ഡം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് ദേവപാല എന്നുള്ള റൂളർ. ദേവപാല എന്നുള്ളത് ധർമ്മപാലയുടെ സൺ ആൻഡ് സക്സസർ ആണ്. ധർമ്മപാലയ്ക്ക് ശേഷം പിന്നീട് ബംഗാളിലെ പാല ഡൈനാസ്റ്റി ഭരിക്കുന്നത് ദേവപാലയാണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എംപയർ അതിന്റെ പീക്കിൽ എത്തിയിട്ടുള്ളത്. ഫ്രം ഹിമാലയാസ് ടു വിദ്യാസ്, ബേ ഓഫ് ബംഗാൾ ടു അറേബ്യൻ സീ, ഇത്രയും ടെറിറ്ററി പാലാസിന്റെ അണ്ടറിലേക്ക് ആയിട്ടുണ്ട് ടെമ്പറലി കേട്ടോ. പിന്നീട് എന്തായും നിരന്തര സ്ട്രഗിളായിരുന്നു. ഗുർജര പ്രതിഹാരാസ് ഒരു ഭാഗത്ത്, രാഷ്ട്രകൂടാസ് ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നിരന്തരം എന്ത് ചെയ്യും, ലൊക്കേഷൻ അല്ലെങ്കിൽ അവരുടെ ജിയോഗ്രഫി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. He defeated Dravidas, Gurjaras, Huns, conquered ഉത്കല ആൻഡ് കാമരൂപ. അപ്പൊ ദേവപാല അദ്ദേഹം ദ്രാവിഡാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഗുർജര പ്രതിഹാരാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്, ഹുണാസിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. He granted 5 villages to the Buddhist monastic Nalanda.
which was built by the Sailendra dynasty king Palaputra Deva of Suvarnadweep. സുവർണദ്വീപിലെ പാലപുത്ര ദേവയുടെ റിക്വസ്റ്റ് പ്രകാരം അദ്ദേഹം 5 വില്ലേജുകൾ നളന്ദ മൊണാസ്ട്രിക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതാണ് ആ ഡെഡിക്കേറ്റ് ചെയ്ത റൂളർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീസ് ദേവപാല ഓഫ് പാല ഡൈനാസി. ഇനി ആരാണ് റിക്വസ്റ്റ് ചെയ്ത റൂളർ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീസ് ബാലപുത്ര ദേവ ഓഫ് സുവർണദ്വീപ. ഇത് 2 ഫാക്റ്റുകളും നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, so he granted 5 villages to the Buddhist monastery at Nalanda, which was built by the Sailendra dynasty king Balaputra Deva of Suvarnadweep. അങ്ങനെ ഈ ഒരു ഗ്രാന്റ് എന്തിനു വേണ്ടി കൊടുത്തതാണ്? ഈ നളന്ദ മൊണാസ്ട്രിയുടെ അപ്കീപ്പിനും നളന്ദ മൊണാസ്ട്രിയുടെ മൈന്റനൻസിനൊക്കെ വേണ്ടി കൊടുത്തതാണ്. അപ്പൊ ഇദ്ദേഹമാണ് ലാസ്റ്റ് പവർഫുൾ ഓഫ് പാല റൂളേഴ്സ് എന്നുള്ളത്. പവർഫുൾ ആയിട്ടുള്ള പാല റൂളേഴ്സ് ഇദ്ദേഹമാണ്. പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ട്? പാലാസിന്റെ ഡിക്ലൈനിങ് സംഭവിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് വരുന്ന റൂളാണ് നയപാല എന്നുള്ളത്. അപ്പൊ നയപാലയുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു ഇമ്പോർട്ടന്റ് ഇൻസിഡന്റ് ആണ് ആ ഒരു ടെമ്പിൾ കൺസ്ട്രക്ഷൻ. നമ്മളോട് ചോദിച്ചിട്ടുണ്ടല്ലോ ഒരു ഘടധാര ടെമ്പിൾ ആരാണ് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ. അപ്പൊ നയപാലയുടെ ഗവർണർ ആയിട്ടുണ്ടായിരുന്ന വിശ്വരൂപയാണ് ഈ ഒരു ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ളത്. Okay, so Nayapala is a significant ruler of the Pala dynasty, reigned from 1026 to 1041 AD. ആ ഒരു കാലഘട്ടത്തിൽ ബംഗാൾ അല്ലെങ്കിൽ പാല ഡൈനാസ്റ്റി ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാവാണ് നയപാല എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫാദറായ മഹിപാല ഫസ്റ്റിന്റെ സക്സസർ ആണ്. ഹി ഈസ് പ്രൈമർലി നോൺ ഫോർ ഡിഫീറ്റിംഗ് ദ കാലാചൂരി കിങ് കർണ ആഫ്റ്റർ എ ലെങ്തി കോൺഫ്ലിക്ട്, ഇവൻച്വലി സൈനിങ് എ പീസ് ട്രീറ്റി മീഡിയേറ്റഡ് ബൈ ദ ബുദ്ധിസ്റ്റ് സ്കോളർ അതീശ. എന്താണ് പറയുന്നത്? ഇദ്ദേഹം നയപാലയും അതുപോലെ തന്നെ കാലാചൂരി കിങ് ആയിട്ടുണ്ടായിരുന്ന കർണയും തമ്മിൽ നീണ്ട ഒരു യുദ്ധം ഉണ്ടായിരുന്നു. അപ്പൊ ഈ നീണ്ട യുദ്ധത്തിന് ശേഷം ഇവർ രണ്ടുപേരും ഒരു സമാധാന സന്ധിയിലേക്ക് ഒപ്പുവിടുന്നു. ഈ സമാധാന സന്ധിയിലേക്ക് ഈ നയപാലയെയും ഈ കർണയെയും എത്തിച്ചത് ഒരു ബുദ്ധിസ്റ്റ് സ്കോളർ ആയിട്ടുള്ള അതീശയാണ്. അദ്ദേഹത്തിന്റെ മീഡിയേഷനിലാണ് ഇവർ രണ്ടുപേരും ഒരു സമാധാന സന്ധിയിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നയപാലയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഗയ എന്നുള്ള ഡിസ്ട്രിക്റ്റിൽ പോസ്റ്റ് ചെയ്ത ഗവർണർ വിശ്വരൂപയാണ് ഘടധാര ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരേന്ദ്ര അല്ലെങ്കിൽ കൈവർത്ത റിബലിനെ പറ്റിയിട്ടായിരുന്നു നമുക്ക് പറയാനുള്ളത്. അതാണ് സ്റ്റേറ്റ്മെന്റ് ഓർഡറിൽ വരുന്നത്. ഓക്കെ, സോ വരേന്ദ്ര റിബല്യൻ അല്ലെങ്കിൽ കൈവർത്ത റിബല്യൻ ഇതെന്നുള്ളത് അന്നത്തെ രാജാവായിരുന്ന മഹിപാല സെക്കൻഡിനെതിരെ ശരിക്കും പറഞ്ഞാൽ ഹിസ്റ്ററി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഒരു രാജാവിനെതിരെ വരുന്ന റിബല്യന്റെ ഏർലിയസ്റ്റ് എക്സാമ്പിൾ ഒക്കെയാണ് ഈ ബംഗാൾ ബേസ്ഡ് ആയിട്ട് ഉണ്ടായിരുന്ന ഈ ഒരു കൈവർത്ത റിവോൾട്ട് എന്നുള്ളത്. രാജാവിനെതിരെ തന്റെ പ്രജകള് ഈ ഒരു രീതിയിൽ റിബലൻ ചെയ്യുന്നത്. ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മൗര്യാസിന്റെ കാലഘട്ടത്തിൽ പവർഫുൾ ആയിട്ടുള്ള റിബലിനെ പറ്റി പറയുന്നത്, പവർഫുൾ അല്ല സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള റിവോൾട്ടിനെ പറ്റി പറയുന്നുണ്ട്. അത് ബിന്ദുസാരയുടെ ഭരണത്തിനെതിരെയാണ്. ബിന്ദുസാരയുടെ ആ ഒരു മിനിസ്റ്റേഴ്സിനെതിരെ ഈ ഒരു ഉജ്ജയിലും ടാക്സിലയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾക്കാർ റിവോൾട്ട് ചെയ്തിട്ടുണ്ട്. ദുഷ്ടമത്യാസ് എന്നായിരുന്നു അവർ വിളിച്ചിട്ടുണ്ടായിരുന്ന പ്രജകൾ. മിനിസ്റ്റേഴ്സ് ഭയങ്കര ദുഷ്ടന്മാരാണ് എന്നുള്ള രീതിയിൽ ദുഷ്ടമത്യാസിനെതിരെ ബിന്ദുസാരയുടെ ഭരണകാലഘട്ടത്തിൽ മൗര്യാസിന്റെ അണ്ടറിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? രാജാവിനെതിരെ ഒരു റിബല്യൻ കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. മഹിപാല സെക്കൻഡിനെതിരെയാണ് ദിവ്യ എന്ന് പറയുന്ന ഒരു ലീഡറിന്റെ നേതൃത്വത്തിൽ കൈവർത്താസ് ഒരുമിച്ച് കൂട്ടി എന്ത് ചെയ്തിട്ടുള്ളത്? പോരാടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി നോൺ ആസ് ദ ഫസ്റ്റ് സക്സസ്ഫുൾ റിബല്യൻ ഓഫ് ബംഗാൾ ബട്ട് ഓൾസോ ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് തന്നെ ഉണ്ടായിരുന്ന ഒരു രാജാവിനെതിരെയുള്ള റിബല്യൻ ജയിക്കുന്നത്, സക്സസ് ആവുന്നതിന്റെ ഏർലി എക്സാമ്പിൾ ആണ് വരേന്ദ്ര റിബല്യൻ എന്നുള്ളത്. സോ ദ കൈവർത്ത വർ ഏബിൾ ടു ക്യാപ്ചർ വരേന്ദ്ര ബൈ ദിസ് റിബല്യൻ. ലൈക്ക് 1082 സിയിൽ കിങ് രാമപാല വന്നു. അദ്ദേഹം എന്ത് ചെയ്തു? വരേന്ദ്ര തിരിച്ചു പിടിച്ചെടുത്തു. ഇവരിൽ നിന്ന് വരേന്ദ്ര തിരിച്ചു പിടിച്ചെടുത്തു. ഈ ഒരു വരേന്ദ്ര അല്ലെങ്കിൽ ഈ കൈവർത്താസ് ഒക്കെ എന്താണ്? ബേസിക്കലി ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റിയാണ് ബംഗാൾ കേട്ടോ. അപ്പൊ ഈ ഒരു മഹിപാല സെക്കൻഡിന്റെ ഭരണ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഭരണത്തിന് കീഴിൽ അവർക്ക് അവരുടെ ഒക്കുപേഷൻ ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു, അവരുടെ എക്സിസ്റ്റൻസ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു. അങ്ങനെ ഇവർ റിവോൾട്ട് ചെയ്യുന്നു, ആ സ്ഥലമൊക്കെ പിടിച്ചെടുക്കുന്നു. പിൽക്കാലത്ത് വരുന്ന രാമപാല എന്നുള്ള റൂളർ എന്താണ്? ഈ വരേന്ദ്ര റിബല്യന്റെ സമയത്ത് കൈവർത്താസ് പിരിച്ചെടുത്ത സ്ഥലമൊക്കെ തിരിച്ചു വാങ്ങും ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പാലാസിന്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ദേവപാലയ്ക്ക് ശേഷം പിന്നീട് പവർഫുൾ ആയിട്ടുള്ള ഒരു രാജാവൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദേവപാലയ്ക്ക് ശേഷം പാല ഡൈനാസ്റ്റി സ്റ്റാർട്ടഡ് ടു ഡിക്ലൈൻ. പിന്നീടുള്ള സക്സസേഴ്സ് ആണ് വിഗ്രഹപാല, നാരായണപാല. ഇവരൊക്കെ എന്തായിരുന്നു? വീക്ക് സക്സസേഴ്സ് ആയിരുന്നു. അപ്പൊ കണ്ടിന്യൂസ് റെയ്ഡ്സും ഇൻവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കാലാചൂരീസ്, ചന്ദേലാസ്, രാഷ്ട്രകൂടാസിന്റെ ഒക്കെ കാലഘട്ടത്തിൽ കണ്ടിന്യൂസ് റെയ്ഡ്സും ഇൻവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. കംബോജാസും ബംഗാൾ ചെയ്തും ബംഗാൾ ബിക്കെയിം ഫ്രാഗ്മെന്റഡ് വിത്ത് മെനി ഇൻഡിപെൻഡന്റ് ചീഫ്സ്. ഒരുപാട് ഇൻഡിപെൻഡന്റ് ചീഫ്സ് ഒക്കെ ആയിട്ട് ബംഗാൾ പിൽക്കാലത്ത് എന്തായി മാറി? ഫ്രാഗ്മെന്റഡ് ആയിട്ട് മാറാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി
റിവൈവൽ അണ്ടർ രാമപാല. നമ്മൾ പറഞ്ഞല്ലോ മഹിപാല സെക്കൻഡിന് ശേഷം മഹിപാല സെക്കൻഡിന്റെ ഭരണകാലഘട്ടത്തിൽ ബംഗാളിൽ ഒരു റിവോൾട്ട് ഉണ്ടായിരുന്നു. ഈ റിവോൾട്ടിൽ പല ലാൻഡുകളും ഈ കൈവർത്താസ് പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാലാസ് ഡിക്ലൈൻ ആവുന്ന സമയത്ത് മഹിപാല സെക്കൻഡിന് ശേഷം അവിടെ വരുന്ന റൂളാണ് രാമപാല എന്നുള്ളത്. ഈ രാമപാല എന്ത് ചെയ്തിട്ടുണ്ട്? ഈ തിരിച്ചു പിടിച്ചിട്ടുണ്ട്, റിവൈവൽ നടത്തിയിട്ടുണ്ട്. ഓക്കെ. ആഫ്റ്റർ എ ബ്രീഫ് കൊളാപ്സ് വിത്ത് കൈവർത്ത റിവോൾട്ട് ലെഡ് ബൈ ദിവ്യ. ദിവ്യയുടെ പേരെ ഓർത്തിരിക്കുക. ഹു ലെഡ് ദ ബരേന്ദ്ര റിബല്യൻ അല്ലെങ്കിൽ ഹു ലെഡ് ദ കൈവർത്ത റിവോൾട്ട് എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ദിവ്യ എന്നുള്ളതാണ് അവിടെ ആൻസർ. Ramapala restored some of the lost power. He recovered North Bengal, subdued Vermans in East Bengal, reasserted authority over Kamarupa and inferred in Odisha. ഓക്കെ. പിന്നീട് രാമപാലക്കും ഒരുപാട് കാലത്ത് ബംഗാളിനെ അങ്ങനെ ഒരു സ്റ്റെബിലിറ്റിയിൽ കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശേഷം എന്ത് ചെയ്തു? കിങ്ഡം ഡിക്ലെയർ ചെയ്ത് തന്നെ ചെയ്തു. ഓക്കെ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യമാണ്. മാച്ച് ലിസ്റ്റ് 1 ലിസ്റ്റ് 2 ആണ് ചോദ്യം. ലിസ്റ്റ് 1 ഗോഡുകളാണുള്ളത്. ലിസ്റ്റ് 2 ബേസിക്കലി തമിഴ് ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഗോഡ്സ് ഉണ്ട്. അപ്പൊ ഈ ഗോഡും തമിഴ്നാട്ടിലെ ഗോഡും തമ്മിൽ ഇത് ബന്ധമുണ്ട്. ആ ബന്ധമാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ. സോ ലിസ്റ്റ് 1 ആരൊക്കെയുണ്ട്? ഓക്കെ, in list 1 we have കൃഷ്ണ, കുബേര, പാർവതി, ശീതള. ലിസ്റ്റ് 2 വൈശർവണ, മായോൺ, മാരിയമ്മ, അന്നപൂർണ. സോ കറക്റ്റ് ആയിട്ട് ഒന്ന് മാച്ച് ചെയ്തോളൂ. ഓക്കെ. കൃഷ്ണ ഇസ് മാച്ച്ഡ് വിത്ത് മായോൺ. ഓക്കെ, A2 ആണ്. പാർവതി ഇസ് മാച്ച്ഡ് വിത്ത് അന്നപൂർണ. ഓക്കെ, C4 ആണ്. സോ ഇതൊക്കെ എന്താണ്? തമിഴ് വേർഷൻ ഓഫ് ഗോഡ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു കൃഷ്ണ എന്നുള്ള ആ ഒരു ഹിന്ദുസത്തിൽ പറയുന്ന ഗോഡിന്റെ ഒരു തമിഴ് വേർഷൻ ആണ് മാരിയോൺ. ഓക്കെ, മായണൊക്കെ. ഓക്കെ. സോ കറക്റ്റ് ആൻസർ ഇവിടെ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. F2, B1, C4, D3 എന്നുള്ളതാണ്. Mayan is a Tamil name for Krishna or Vishnu, widely used in South Indian devotional traditions. Vaishravana is another name for Kubera. കുബേരയാണ് ഇവിടെ വൈശ്രവണയായിട്ട് മാച്ച് ചെയ്തിട്ടുള്ളത്. ദ ഗോഡ് ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ ദേവനായിട്ടാണ് കുബേരയെ പറയപ്പെടുന്നത്, എസ്പെഷ്യലി ഇൻ ബുദ്ധിസ്റ്റ് ആൻഡ് ഹിന്ദു ടെക്സ്റ്റ്. അന്നപൂർണ ഇസ് ബെനവലന്റ് ഫോം ഓഫ് പാർവതി, റെപ്രസെന്റ് ദ ഗോഡസ് ഓഫ് ഫുഡ് ആൻഡ് ന്യൂറിഷ്മെന്റ്. മാരിയമ്മ എന്നുള്ളത് ഒരു സൗത്ത് ഇന്ത്യൻ വില്ലേജ് ഗോഡസ് ആണ്, അസോസിയേറ്റഡ് വിത്ത് ഡിസീസ് ആൻഡ് ഹീലിംഗ്, സിമിലർ ടു ശീതള. ശീതളയുടെയും ഡ്യൂട്ടി എന്നുള്ളത് ഹീലിംഗ്, ഡിസീസ് ഹീൽ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ്. മായൺ ഇസ് മാച്ച്ഡ് വിത്ത് കൃഷ്ണ ആൻഡ് വിഷ്ണു, വൈശർവണ കുബേര, അന്നപൂർണ പാർവതി, മാരിയമ്മ ശീതള. ഇനി ചോദിക്കാം, ഇവരൊക്കെ എന്ത് റെപ്രസെന്റ്? ലൈക്ക് വൈശർവണ ഗോഡ് ഓഫ് വെൽത്ത് ആണ് എന്ന് പറയുന്നു, അന്നപൂർണ ഫുഡ് ആൻഡ് നൂറിഷ്മെന്റിന്റെ ഗോഡാണ്, അതുപോലെ തന്നെ മാരിയമ്മ ഹീലിംഗ്, ഡിസീസ് ഒക്കെ മാറ്റുന്ന ഗോഡാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ആ രീതിയിൽ ഓർത്തിരിക്കാം. ഇനി വേണമെങ്കിൽ എന്ത് ചെയ്യാം? ആ ഒരു ടൈപ്പിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഹരീശ്ചന്ദ്ര കാവ്യം ഓഫ് രാഘവാങ്കയുടെ ഹരിശ്ചന്ദ്ര കാവ്യം എന്നൊരു വർക്ക് അത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത് എന്നാണ് ചോദ്യം. ഓക്കെ, ഫിഫ്ത് ക്വസ്റ്റ്യൻ ഈസ് ദ ഹരിശ്ചന്ദ്ര കാവ്യം ഓഫ് രാഘവാങ്ക വാസ് റിട്ടൺ ഇൻ വിച്ച് ലാംഗ്വേജ്? ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? ഓപ്ഷൻ എ പ്രാകൃത്, ഓപ്ഷൻ ബി പാലി, ഓപ്ഷൻ സി ബംഗാളി, ഓപ്ഷൻ ഡി കന്നഡ. ഏത് ഭാഷയിലാണ് രാഘവാങ്ക എന്ന കവിത രാഘവാങ്കയുടെ ഹരീശ്ചന്ദ്ര കാവ്യം എന്ന കവിത എഴുതപ്പെട്ടിട്ടുള്ളത്? പ്രാകൃതാണോ, പാലിയാണോ, ബംഗാളിയാണോ, കന്നഡയാണോ? ഇവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ഡി കന്നഡ എന്നതാണ്. ഓക്കെ, സോ കന്നഡയിലാണ് രാഘവാങ്ക ഹരീശ്ചന്ദ്ര കാവ്യം എന്ന കവിത എഴുതിയിട്ടുള്ളത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി കന്നഡയാണ്. സോ രാഘവാങ്ക വാസ് എ നോട്ടബിൾ കന്നഡ പോയിറ്റ് ഫ്രം 12th സെഞ്ചുറി. ഇപ്പൊ 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന ഒരു പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു കന്നഡ കവിയാണ് രാഘവാങ്ക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് ഹരീഷ് ചന്ദ്ര കാവ്യ എന്നുള്ളത്. ഇറ്റ്സ് എ പോയറ്റിക് റെൻഡിഷൻ ഓഫ് എ ഫേമസ് ലെജൻഡ് ഓഫ് കിങ് ഹരിശ്ചന്ദ്ര. കിങ് ഹരിശ്ചന്ദ്രയുടെ അദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലെ അദ്ദേഹം എന്താണ് എത്രത്തോളം സത്യവും നീതിയൊക്കെ ഉറപ്പുവരുത്തിയ ഒരു രാജാവാണ് എന്നൊക്കെ അങ്ങനെ കിങ് ഹരീശ്ചന്ദ്രയുടെ ആ ഒരു ലെജൻഡറി കഥകളൊക്കെയാണ് ഈ ഹരീശ്ചന്ദ്ര കാവ്യയിൽ പറയണത്. ഓക്കെ, സോ രാഘവാങ്ക സ്റ്റൈൽ ഈസ് നോൺ ഫോർ ഇറ്റ്സ് യൂസ് ഓഫ് ദ യുണീക് ഷഡ്പതി മീറ്റർ. അപ്പൊ അതൊരു കാവ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു പോയറ്റിക് ടൂൾ ആണ് ഈ മീറ്റർ എന്നുള്ളത്. ഈ ഷഡ്പതി മീറ്ററിലാണ് ഈ ഒരു കവിത എഴുതപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഇനി ഹരീഷ് ചന്ദ്രയെ പറ്റി പറയുകയാണെങ്കിൽ ലെജൻഡറി ഇന്ത്യൻ കിങ് സെലിബ്രേറ്റഡ് ഫോർ ഹിസ് അൺഫാൾട്ടറിംഗ് ഡെഡിക്കേഷൻ ടു ട്രൂത്ത് ആൻഡ് ഹോണസ്റ്റി. ഹിസ് സ്റ്റോറി ഹാസ് ബീൻ എ പോപ്പുലർ സബ്ജക്ട് ഇൻ ഇന്ത്യൻ ലിറ്ററേച്ചർ ആൻഡ് ഡ്രാമ അക്രോസ് വേരിയസ് ലാംഗ്വേജസ്. ഇനി രാഘവാങ്കയുടെ മറ്റു വർക്കുകളാണ് ഹരീഷ് ചന്ദ്ര കാവ്യ കൂടാതെ രാഘവാങ്ക ഓൾസോ ഓതേർഡ് ദ
നോട്ടബിൾ വർക്ക് സിദ്ധരാമചരിത്ര. അപ്പൊ സിദ്ധരാമചരിത്ര എന്നുള്ള വർക്കിന്റെയും കൂടി ഓഥറാണ് ആര്? ഈ രാഘവാങ്ക എന്നുള്ളത്. അപ്പൊ രാഘവാങ്കയുടെ രണ്ട് വർക്കുകൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്ന് ഹരീഷ് ചന്ദ്ര കാവ്യാണ്, മറ്റൊന്ന് സിദ്ധരാമചരിത്രയാണ്. ഓക്കെ. പിന്നെ ശതപതി മീറ്ററാണ് കവിതയ്ക്ക് വേണ്ടി യൂസ് ചെയ്തത് എന്നുള്ളത് ഓർക്കാം. നമുക്ക് ഈ കന്നഡ ലിറ്ററേച്ചർ ഡെവലപ്മെന്റ് പറയുകയാണെങ്കിൽ ഇത് ശരിക്കും കൂടുതലായിട്ടും രാഷ്ട്രകൂടാസിന്റെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് പറയാനുള്ളത്. ഏർലി മിഡിവൽ കാലഘട്ടത്തിൽ രാഷ്ട്രകൂടാസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ഒരു കന്നഡ ലിറ്ററേച്ചറിന് വേണ്ടി ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ദിസ് പീരീഡ് വിറ്റ്നസ് ദ ബിഗിനിങ് ഓഫ് കന്നഡ ലിറ്ററേച്ചർ. ദ ഏർലിയസ്റ്റ് കന്നഡ ലിറ്ററേച്ചർ ക്യാൻ ബി ട്രേസ്ഡ് ഫ്രം ദ രാഷ്ട്രകൂട പീരീഡ്. അസാഗയുടെ വർക്കാണ് വർദ്ധമാന ചരിത എന്നുള്ളത്. അപ്പൊ ഇത് നിങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതണം കേട്ടോ, ബുക്കും ഓതറും. അപ്പം അസാഗ ഓതറാണ്, അദ്ദേഹത്തിന്റെ വർക്കാണ് വർദ്ധമാന ചരിത എന്നുള്ളത്. ഗുണവർമ്മ അദ്ദേഹത്തിന്റെ വർക്കാണ് നേമിനാഥ പുരാണം. ഗുണവർമ്മയുടെ വർക്കാണ് നേമിനാഥ പുരാണം. ഗുണനീലി. അപ്പൊ ഇവർക്ക് എന്താണ്? ഈ കന്നഡ ലിറ്ററേറ്റ്സ് ആണ്, ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന കന്നഡ പോയറ്റ്സ് ആണ്. ഓക്കെ. ഹരിസേന ദ സ്പിരിച്വൽ പെർസെപ്റ്റർ ഓഫ് അമോഘ വർഷ കമ്പോസർ ഹരിവംശ. ഹരിവംശയുടെ ഓതർ ഹരിസേന. ഹരിവംശയുടെ ഓതർ ഹരിസേന. കൃഷ്ണ തേർഡ് വാസ് എ ലിബറൽ പാട്രൺ ഓഫ് ലിറ്ററേച്ചർ. ഇൻ ഹിസ് കോർട്ട് ഫ്ലറിഷ്ഡ് മെനി ഗ്രേറ്റ് കന്നഡ പോയറ്റ്. അപ്പം ഈ കൃഷ്ണ തേർഡിന്റെ കോർട്ടിൽ ഉണ്ടായിരുന്ന കന്നഡ പോയറ്റ്സ് ആണ് പമ്പ, പൊന്ന, ചൗദ്രയ. ഈ മൂന്നാൾക്കാര് പമ്പ, പൊന്ന, ചൗദ്രയ. അതിൽ ചൗദ്രയുടെ വർക്കാണ് ചൗദ്രയ പുരാണ എന്നുള്ളത്. ചൗദ്രയുടെ വർക്കാണ് ചൗദ്രയ പുരാണ എന്നുള്ളത്. ഓക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിലെ കന്നഡ ലിറ്ററേച്ചറിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളാരാണ്? അത് പൊന്നയാണ്. അപ്പൊ പൊന്നയാണ് എന്ത്? പോയറ്റ് ലോറേറ്റ് ഓഫ് ദാറ്റ് ടൈം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പൊന്നയുടെ വർക്കാണ് ശാന്തി പുരാണ എന്നുള്ള വർക്ക്. അപ്പൊ പൊന്ന ഓതേർഡ് ദ വർക്ക് ശാന്തി പുരാണ എന്ന് ഓർത്തിരിക്കുക. അപ്പൊ പൊന്ന ഈ ഒരു വർക്ക് ശാന്തി പുരാണ എന്നുള്ള വർക്കിന്റെ ആ ഒരു മഹിമ കൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയ ഒരു ടൈറ്റിലാണ് ഉഭയ കവി ചക്രവർത്തി എന്നുള്ളത്. അപ്പം ഉഭയ കവി ചക്രവർത്തി അല്ലെങ്കിൽ കവി ചക്രവർത്തി ഒരു ടൈറ്റിൽ ആർക്കുണ്ട്? പൊന്ന എന്നുള്ള കന്നഡ പോയിറ്റിനുണ്ട്. ഈ ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുത്ത അദ്ദേഹത്തിന്റെ വർക്കാണ് ശാന്തി പുരാണ എന്നുള്ള വർക്ക്. ഓക്കെ. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചറും ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. സാഗതയാന അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് സ്കോളർ ആണ്. അദ്ദേഹത്തിന്റെ വർക്കാണ് സൗദന സാസന. ഓക്കെ. സൗദാനു സാസന എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ സാൻസ്ക്രിറ്റ് ലിറ്ററേച്ചർ ആണ് അത് സൗദാനു സാസന എന്നുള്ള വർക്ക്. ദർ വർ മെനി സ്കോളേഴ്സ് ഇൻ ദ രാഷ്ട്രകൂട കോട്ട്. അതിൽ ത്രിവിക്രമ റോട്ട് നളചമ്പു ആൻഡ് കവിരഹസ്യം. അപ്പൊ ത്രിവിക്രമ റോട്ട് നളചമ്പു, അതുപോലെ കവിരഹസ്യ എഴുതിയ വർക്ക്, കവിരഹസ്യ എന്നൊരു വർക്ക് ആര് എഴുതിയിട്ടുണ്ട്? ഹാലയുദ്ധ എഴുതിയിട്ടുണ്ട്. ഓക്കെ. കവിരഹസ്യ വാസ് കമ്പോസ്ഡ് ബൈ ഹാലയുദ്ധ ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് കൃഷ്ണ 3. അപ്പൊ ജെയിൻ ലിറ്ററേച്ചറും ഫ്ലറിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു രാഷ്ട്രകൂടാസിന്റെ അണ്ടറിൽ. അതിൽ അമോഘവർഷ ഫസ്റ്റിന്റെ വർക്കാണ്. അമോഘവർഷ ഫസ്റ്റ് ഒരുപാട് ജെയിൻ പോറൈറ്റ്സിനെ അല്ലെങ്കിൽ ജെയിൻ സ്കോളേഴ്സിനെ പാറ്റർനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ടീച്ചറാണ് ജീനസേന. ജീനസേനയുടെ വർക്കാണ് പാർശ്വബുദ്ധയ എന്നുള്ളത്. പാർശ്വബുദ്ധയ എന്നുള്ളത്. അപ്പൊ ആ ഒരു ജൈനിസ്റ്റ് തീർത്ഥങ്കരായിട്ടുള്ള പാർശ്വനാഥയുടെ ബയോഗ്രഫിയാണ് ജീനസേന കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അനന്തർ ജെയിൻ സ്കോളറാണ് ഗുണഭദ്ര. ഗുണഭദ്രയുടെ വർക്കാണ് ആദിപുരാണം. അപ്പൊ ഇതിൽ കന്നഡ ലിറ്ററേച്ചർ നമ്മൾ കഴിഞ്ഞിട്ടോ. ബാക്കിയുള്ള ഒരു ജനറൽ ലിറ്ററേച്ചർ ഒരുപാട് ബുക്ക് ആൻഡ് ഓതർ പറയുന്ന ഒരു പാരഗ്രാഫാണിത്. ഇതൊരു സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് എന്ന് കണ്ടപ്പം ഇവിടെ എടുത്തതാണ്. ഇതിലെ ഓരോ ബുക്കും ഓതേഴ്സും നിങ്ങൾ എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് എഴുതുക. അനന്തർ സ്കോളർ ഗുണഭദ്രയാണ്. ഗുണഭദ്രയുടെ വർക്കാണ് ആദിപുരാണ എന്നുള്ളത്. ഇതിലും എന്താണുള്ളത്? വേരിയസ് ജെയിൻ സയൻസിന്റെ ലൈഫ് സ്റ്റോറീസ് ആണ് ആദിപുരാണയിലും ഉള്ളത്. സാഗതായനയുടെ വർക്കാണ് അമോഘവൃത്തി എന്നുള്ളത്. സാഗതായനയുടെ ഗ്രാമർ റിലേറ്റഡ് വർക്കാണ് അമോഘവൃത്തി എന്നുള്ളത്. അപ്പൊ ത്രിവിക്രമ, നളചമ്പു, കവിരഹസ്യ, ഹാലയുദ്ധ, പിന്നെ പാർശ്വബുദ്ധയ ജീനസേനയുടെ വർക്കാണ്. പിന്നെ ഗുണഭദ്രയുടെ വർക്കാണ് ആദിപുരാണ എന്നുള്ളത്. സാഗതായനയുടെ വർക്കാണ് അമോഘവൃത്തി എന്നുള്ളത്. ഇനി അമോഘവൃത്തി എന്താണ് ഡിസ്കസ് ചെയ്യുന്നത് ചോദിക്കുകയാണെങ്കിൽ അത് ഗ്രാമർ റിലേറ്റഡ് വർക്കാണ് എന്നുള്ളതും ഓർക്കുക. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആറാമത്തെ ചോദ്യം ഇതാണ്. ഉദയന ദ കണ്ടംപററി ഓഫ് ബുദ്ധ ബിലോങ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡൈനാസ്റ്റീസ്? സോ ഉദയന ഒരുപാട് റൊമാൻറ്റിക് പോയറ്റിലേക്ക് ആൻഷ്യന്റ് ഇന്ത്യയിൽ ഉണ്ടായ ഒരുപാട് റൊമാൻറ്റിക് കവിതകളിലൊക്കെ ഹീറോ ആണ് ഈ ഉദയന എന്നുള്ളത്. ഉദയന ഏത് ഡൈനാസ്റ്റിയിലാണെന്നാണ് ചോദ്യം. ഭരത, വത്സ, ചന്ദ്രിക, പുരു. ഏതാണ് കറക്റ്റ് ആൻസർ? വത്സ. ഉദയന ഓഫ് വത്സ എന്നാണ് നമ്മൾ പറയാറുള്ളത്. വത്സ ഡൈനാസ്റ്റിയിലാണ് ഉദയന. Udayana, contemporary of Buddha, ruled over the kingdom of Valsa. He is known for his romantic tales, particularly his relationship between Queen Vasudhatta and his interactions with the Buddha in Buddhist literature.
ഏഴാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ശതവഹനാസ് കോൾഡ് ഇൻ ദ പുരാണാസ്? ശതവഹനാസിനെ പുരാണങ്ങളിൽ എന്താണ് വിളിച്ചിട്ടുണ്ടായിരുന്നതാണ് ചോദ്യം. ശതകർണി, ആന്ത്രാസ്, പരശുരാമ, സലിവാഹനാസ്. ഇതും വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ വളരെ പണ്ട് കാലത്തെ ബേസിക് ആയിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതാണ്. ശതവഹനാസിനെ പുരാണാസിൽ എന്ത് വിളിച്ചിട്ടുണ്ട്? ആന്ത്രാസ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ, സോ അതിൽ കറക്റ്റ് ആൻസറിന് ഒരു കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ആന്ത്രാസ് എന്നുള്ള ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. Satavahanas were called Andhras in Puranas. The Shatavahanas, they succeeded the Mauryan Empire in Deccan and Central India. But Deccan based ചെയ്തിട്ട് വന്ന ഡൈനാസ്റ്റിയാണ് ശതവഹനാസ് എന്നുള്ളത്. They are considered to be identical to Andhras mentioned in Puranas. പുരാണങ്ങളിൽ പറയുന്ന ആന്ധ്രാസ് എന്നുള്ളത് അത് ശതവഹനാസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, പക്ഷെ ശതവഹനാന്റെ ഒരു ഇൻസ്ക്രിപ്ഷനിലും ആന്ധ്രാസ് എന്നുള്ള ടേം ഉപയോഗിക്കപ്പെട്ടിട്ടില്ല. However, the word Andhra does not appear in the Satavahana inscriptions. അപ്പൊ ശതവഹന എന്നുള്ള ആ ഒരു ടേം അതൊരു പ്രാകൃത വേർഡാണ് കേട്ടോ. ശതവഹന എന്നുള്ളത് ഒരു പ്രാകൃത വേർഡാണ്. അതിന്റെ മീനിങ് എന്നുള്ളത് ഡ്രൈവൻ ബൈ 7, 7 ആൾക്കാർ വലിക്കുന്ന ആ ഒരു രഥമുണ്ട്. സൂര്യദേവന്റെ ഒരു രഥമുണ്ട്. ഈ സൂര്യദേവന്റെ രഥം വലിക്കാൻ 7 കുതിരകളാണുള്ളത്. അപ്പൊ അതുപോലെ 7 എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് ശതവഹനാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വേർഡ്. പ്രാകൃതാണ് ആ ഒരു ലാംഗ്വേജ് എന്നുള്ളത്. ഇവരെ പുരാണങ്ങളിൽ ആന്ധ്രാസ് എന്ന് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ശതവഹനാസിന്റെ ഒരു പ്രൈമറി സോഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ആണ്. ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട് ഇവരുടെ കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. ഈ പറയപ്പെടുന്ന ഇൻസ്ക്രിപ്ഷൻസിലൊന്നും ആന്ധ്രാസ് എന്നുള്ള ടേം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇനി ശതവഹനാസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിലേക്ക് വരികയാണെങ്കിൽ സിമുഖയാണ് ഇവരുടെ ആദ്യത്തെ രാജാവ്, അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് ദ ശതവഹനാസ് എന്നൊക്കെ നമുക്ക് ആരെ പറയാം? സിമുഖയെ പറയാം. സിമുഖ വാസ് ദ ഫസ്റ്റ് കിങ് ഓഫ് ദ ശതവഹന ഡൈനാസ്റ്റി. പുരാണങ്ങളും അതുപോലെ തന്നെ ടോളമിയുടെ ജിയോഗ്രഫിയും അവർക്ക് എന്ത് പറയുന്നിട്ടുണ്ട്? ശതവഹനാസിന്റെ ക്യാപിറ്റൽ പ്രതിസ്ഥാനയിലാണ് എന്നാണ് പറയുന്നത്. അപ്പൊ പ്രതിസ്ഥാന പൈത്താൻ, സെൻട്രൽ ഡെക്കാനിലെ പൈത്താൻ എന്നുള്ള സ്ഥലത്താണ് ശതവഹനാസിന്റെ ക്യാപിറ്റൽ എന്നാണ് പുരാണങ്ങളിലും അതുപോലെ തന്നെ ടോളമിയുടെ ജിയോഗ്രഫിയിലും ഒക്കെ പറയപ്പെടുന്നത്. ഓക്കെ, so they set up their power in upper Godavari Valley, Maharashtra. Gradually, they extended their control over Karnataka and Andhra. So അവരുടെ അപ്പർ ഗോദാവരി വാലി, മഹാരാഷ്ട്ര, ഇപ്പോഴത്തെ മഹാരാഷ്ട്ര ഉള്ള ഏരിയയിലായിരുന്നു അവർ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്നുകൊണ്ട് സദേൺ എക്സ്പാൻഷൻ അവർ നടത്തി കർണാടകയും ആന്ധ്രയൊക്കെ അവർ പിടിച്ചെടുത്തു. ഓക്കെ, അപ്പൊ ഇവര് ശതവഹനാസ് നിരന്തരമായിട്ട് കോൺഫ്ലിക്റ്റിൽ ഏർപ്പെട്ടിട്ടുള്ളത് ഷാഗാസുമായിട്ടായിരുന്നു. അപ്പൊ ഷാഗാസ് were their greatest competitors who ruled the upper Deccan and western India. ആ ഒരു കാലഘട്ടത്തിൽ അപ്പർ ഡെക്കാനും വെസ്റ്റേൺ ഇന്ത്യയൊക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ഷാഗാസുമായിട്ടായിരുന്നു ശതവഹനാസ് നിരന്തരമായിട്ട് കോമ്പറ്റീഷനിൽ ഏർപ്പെട്ടത്. ഇവർക്കിടെ ഒരു മാട്രിമോണിയൽ അലയൻസ് ഉണ്ട് കേട്ടോ. ശതവഹനാസിലെ ഒരു കിങ് ഈ ഷാഗാസിലെ രുദ്രദമൻ ഫസ്റ്റിന്റെ മകളെ വിവാഹം കഴിക്കുന്നൊക്കെ ഉണ്ട്. ശ്രീ ശതകർണി ഫസ്റ്റ് ആണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത്. ഹി വാസ് എ പവർഫുൾ റൂളർ ഓഫ് ദിസ് ഡൈനാസ്റ്റി. അദ്ദേഹത്തിനുള്ള ടൈറ്റിലാണ് ദക്ഷിണാധിപതി എന്നുള്ളത്, ദക്ഷിണ പദാധിപതി എന്നുള്ളത്, വിച്ച് മീൻസ് ലോർഡ് ഓഫ് ദ ഡെക്കാൻ. അദ്ദേഹം നാനാഘട്ട് ഇൻസ്ക്രിപ്ഷൻ ഉണ്ട് ക്യൂന്യഗണികയുടെ. അപ്പൊ ഈ അദ്ദേഹത്തിന്റെ ക്യൂന്യഗണികയുടെ നാനാഘട്ട് ഇൻസ്ക്രിപ്ഷനിൽ ദക്ഷിണാധിപതി എന്നൊരു ടൈറ്റിൽ ശ്രീ ശതകർണി ഫസ്റ്റിനുണ്ട്. അതുപോലെ തന്നെ ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷൻ, കിങ് കരവേല. അപ്പൊ അതൊക്കെ ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടതുമാണെന്ന് ഓർത്തിരിക്കട്ടോ. കിങ് കരവേലയൊക്കെ ജൈനിസം പാറ്റർനൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷനിലും ജൈനിസം എന്നുള്ള സാധനം മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷൻ മെൻഷൻസ് എ കിങ് നെയ്മഡ് സതകനി ഓർ സതകാമിനി ഹു ഹാഡ് ടു ഡിഫെൻഡ് ഹിസ് ടെറിട്ടറി അഗൈൻസ്റ്റ് എ കരവേലാസ് ത്രെറ്റ് ടു എ സിറ്റി. അപ്പം ഇവർ തമ്മിലൊരു യുദ്ധം ഉണ്ടായിരുന്നു എന്നുള്ളത് ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷനിലും പറയപ്പെടുന്നുണ്ട്. പീഡർ റൂളാണ് സതകർണി സെക്കൻഡ്. 50 BCE മുതൽ 25 BCE വരെ ഭരിച്ച റൂളറാണ് സതകർണി സെക്കൻഡ്. ഈ ക്യാപ്ചർഡ് മൽവ ഫ്രം ശുങ്കാസ്. ശുങ്കാസിന്റെ കയ്യിൽ നിന്ന് മൽവ പിടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സാഞ്ചി, സാഞ്ചി എന്നുള്ളത് പ്രശസ്തമായിട്ടുള്ള ഒരു ബുദ്ധിസ്റ്റ് സ്തൂപയൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് സാഞ്ചി എന്നുള്ളത്. സോ ആ ഒരു സ്ഥലവും ആര് പിടിച്ചെടുത്തിട്ടുണ്ട്? സതകർണി സെക്കൻഡ് പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ സാഞ്ചിയിലുള്ള ആ ഒരു തൊരാണ ഗേറ്റ് വേ ഇത് ആര് ഡെക്കറേറ്റ് ചെയ്തതാണ്? സതകർണി സെക്കൻഡ് ഡെക്കറേറ്റ് ചെയ്തതാണ്. സാഞ്ചി സ്തൂപയിലെ ഇൻസ്ക്രിപ്ഷനിൽ ഇദ്ദേഹത്തിന്റെ പേര് പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, ഇദ്ദേഹവും ഷാഗാസും തമ്മിൽ അവർ വെസ്റ്റേൺ ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, സതകർണി സെക്കൻഡും ഷാഗാസും തമ്മിൽ. സതകർണി സെക്കൻഡിന് ശേഷം ഒരുപാട് വീക്ക് റൂളേഴ്സ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവൻച്വലി എന്ത് ചെയ്തു? ഈ ഒരു സതവാഹനാസിന്റെ പല ഏരിയാസും ഷാഗാസ് പിടിച്ചെടുത്തു എന്നുള്ളതാണ്. Okay, it seems his empire extended from Malwa in the north to Karnataka in the south. സതകർണി സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ ശതവാഹനാസിന്റെ എംപയർ നോർത്തിൽ മൽവ മുതൽ സൗത്തിൽ കർണാടക വരെ എക്സ്റ്റെൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നാസിക് പ്രസക്തിയിൽ പറയുന്നുണ്ട്. ഓക്കെ, ശതവാഹനാസിന്റെ കിങ്സിൽ നമുക്കൊന്ന് ബയോഗ്രഫിയും ജസ്റ്റ്
അവരുടെ ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ് ഷിമുഗയാണ് ഫൗണ്ടർ എങ്കിലും ഫസ്റ്റ് ഇമ്പോർട്ടന്റ് കിങ് ആയിട്ട് നമ്മൾ പറയാം ശ്രീ സതകർണി ഫസ്റ്റിനെയാണ്. അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടാണ് നാനാഘട്ട് ഇൻസ്ക്രിപ്ഷൻ ഉള്ളത്. അതിൽ അദ്ദേഹത്തിനെ ദക്ഷിണപഥപതി എന്ന് വിളിച്ചിട്ടുണ്ട്, വിച്ച് മീൻസ് ദ ലോർഡ് ഓഫ് സദേൺ റിക്കാൻ. അപ്പൊ അദ്ദേഹം ഹി ഡിഫൻഡ് ഹിസ് ലാൻഡ് എഗനിസ്റ്റ് കിങ് കരവേൽ ഓഫ് കലിംഗ. കലിംഗയിൽ നിന്ന് തന്റെ രാജ്യം സംരക്ഷിച്ചിട്ടുണ്ട്. അതാണ് ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷനിലാണ് ഈ ഒരു മെൻഷനിങ് ഉള്ളത്. ഓക്കെ, പിന്നീട് സതകർണി സെക്കൻഡ് ആണ്. ഹി ക്യാപ്ചർഡ് മൽവ ഫ്രം ശുംഗ. സുംഗാസിന്റെ കയ്യിൽ നിന്ന് മൽവ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു സാഞ്ചിയും പിടിച്ചെടുത്തിട്ടുണ്ട്. സാഞ്ചിയിലെ ത്വരാണ ഗേറ്റ് വേസ് ഇദ്ദേഹം കൺസ്ട്രക്ട് ചെയ്തു, ഡെക്കറേറ്റ് ചെയ്തു എന്നുള്ളതൊക്കെ ഈ സാഞ്ചിയിലെ ഇൻസ്ക്രിപ്ഷനിൽ പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഫേമസ് ആയ റൂളാണ് ഹാല. ഹാലയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് ഉണ്ട്, അതാണ് ഗത സപ്ത സായി എന്നൊരു വർക്ക്. അപ്പൊ ഗത സപ്ത സായി എന്നൊരു വർക്കിന്റെ ഓതറാണ് ഹാല എന്നുള്ളത്. അത് പ്രാകൃത ഭാഷയിൽ എഴുതപ്പെട്ട വർക്കാണ്. പിന്നെ എന്താണ് ഗൗതമിപുത്ര സതകർണി എന്നുള്ളത്. ഇദ്ദേഹമാണ് പിന്നീട് സതവാഹനാസിന്റെ ഡിക്ലൈന് ശേഷം സതവാഹനാസിന്റെ പവർ റിവൈവ് ചെയ്യുന്ന കിങ് ആണ് ഗൗതമപുത്രി ശതകർണി എന്നുള്ളത്. ഹി റിവൈവ്ഡ് സതവാഹന പവർ. അദ്ദേഹത്തിന്റെ അച്ചീവ്മെന്റ്സ് നാസിക് പ്രസക്തിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. നാസിക് പ്രസക്തി എഴുതിയത് ഇദ്ദേഹത്തിന്റെ മദർ ആയിട്ടുള്ള ഗൗതമി ബാലശ്രീയാണ്. ഓക്കെ, അതിൽ ഗൗതമിപുത്ര സതകർണിയെ ഏക ബ്രാഹ്മൺ എന്നുള്ള ഒരു മെൻഷനിങ് കൊടുത്തിട്ടുണ്ട്. ഇനി വസിഷ്ഠപുത്ര പുലമയ്യാണ്. അദ്ദേഹം ശതവാഹനാസിന്റെ എംപയർ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹമാണ് ശാഖ കിങ് രുദ്രദമനുമായിട്ട് ഒരു മാട്രിമോണൽ അലയൻസിൽ ഏർപ്പെട്ട രാജാവ് വശിഷ്ഠപുത്ര പുലമയ്യാണ്. ഈ രുദ്രദമന്റെ മകളെ ആര് കല്യാണം കഴിച്ചിട്ടുണ്ട്? വസിഷ്ഠപുത്ര പുലമയി കല്യാണം കഴിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് യജ്ഞശ്രീ ശതകർണി. ഇദ്ദേഹമാണ് ശതവാഹനാസിന്റെ അവസാനത്തെ ഗ്രേറ്റ് റൂളർ, ലാസ്റ്റ് ഗ്രേറ്റ് റൂളർ എന്നത്. അദ്ദേഹത്തിന്റെ കോയിൻസിൽ ഷിപ്പുകളൊക്കെ കാണിക്കുന്നുണ്ട്. സോ വിച്ച് മീൻസ് ആ ഒരു കാലഘട്ടത്തിൽ ശതവാഹനാസിന് നേവൽ പവർ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് ഹിസ്റ്റോറിയൻസ് റെഫർ ചെയ്യുന്നത്. ഓക്കെ, ശ്രീ ശതകർണി ഫസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നാനാഘട്ട് ഇൻസ്ക്രിപ്ഷൻ. ദക്ഷിണപഥപതി എന്നൊരു ടൈറ്റിൽ ഉണ്ടെന്ന് ഓർക്കുക. കിങ് കരവേലുമായിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഹാത്തി കുംഫ ഇൻസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. സതകർണി സെക്കൻഡ് ആണ്. മൽവ പിടിച്ചെടുത്തിട്ടുണ്ട്. ത്വരാണ ഗേറ്റ് വേ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ഹാല ഫസ്റ്റിന്റെ വർക്കാണ് ഗതസപ്തസായി. ഭാഷ ചോദിക്കുകയാണെങ്കിൽ പ്രാകൃത്. ഗൗതമിപുത്ര സതകർണിയുടേതാണ് നാസിക് പ്രസക്തി. അദ്ദേഹത്തിന്റെ മദർ ഇദ്ദേഹത്തെ യൂളജ് ചെയ്തതാണ് നാസിക് പ്രസക്തി എന്നുള്ളത്. ഇതിൽ ഇദ്ദേഹത്തെ ഏക ബ്രാഹ്മൺ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ബ്രാഹ്മൺസ് റിവൈവ് ചെയ്ത് വരാനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ ഗൗതമിപുത്ര സതകർണി ചെയ്തു എന്നുള്ളതാണ് ആ ഒരു ബുദ്ധിസത്തിന്റെയും ജൈനസത്തിന്റെയും കാലഘട്ടത്തിൽ. വസിഷ്ഠപുത്ര പുലയമായി അദ്ദേഹമാണ് രുദ്രദമനുമായിട്ട് ഒരു മാട്രിമോണിയൽ അലയൻസിൽ ഏർപ്പെട്ടത്. യജ്ഞശ്രീ ശതകർണിയാണ് അവസാനത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ശതവാഹനാസിലെ റൂളർ. ഓക്കെ, so Satavahanas conflict with Shagas over Malwa and Konkan. Satakarni second initially captured Malwa from Shungas. Shungasനെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. However, the later rulers lost to Shaka. അപ്പൊ സതകർണി സെക്കൻഡ് എന്ത് ചെയ്തിട്ടുണ്ട്? ശുംഗാസിന്റെ കയ്യിൽ നിന്ന് മൽവ പിടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലെ, സാഞ്ചിയും മൽവയൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പിൽക്കാലത്ത് എന്ത് ചെയ്തു? മൽവ പിന്നീട് വരുന്ന ശതവാഹനാസിലെ ഒട്ടുമിക്ക രാജാക്കന്മാരും വീക്ക് ആയതിനാൽ തന്നെ മൽവാസിൽ പിന്നീട് മൽവ എന്നുള്ള ഏരിയ ഷാഗാസ് പിടിച്ചെടുത്തു. പിന്നീട് ഗൗതമിപുത്ര ശതകർണി ഇവൻച്വലി ഡിഫീറ്റഡ് ദ ഷാഗാസ്, റീകവറിംഗ് ഓൾ ദ ടെറിറ്ററീസ് ബാക്ക്. പിന്നീട് ഗൗതമിപുത്ര ശതകർണി വന്നിട്ടാണ് ബാക്കിയുള്ള എല്ലാ ടെറിറ്ററീസും തിരിച്ചു പിടിച്ചെടുക്കുന്നത്. വസിഷ്ഠപുത്ര പുലമൈ മാരിഡ് രുദ്രദമൻസ് ഡോക്ടർ നമ്മൾ പറഞ്ഞു. ഷാഗാസ് റിസ്യൂംഡ് ദെയർ കോൺഫ്ലിക്ട് വിത്ത് ശതവാഹൻസ് ടു കൺട്രോൾ ദ കൊങ്കൺ കോസ്റ്റ് ആൻഡ് മൽവ. അപ്പൊ ഈ ഒരു മാട്രിമോണിയൽ അലയൻസിന് കഴിഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഷാഗാസും ശതവാഹനാസും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എന്ത് ചെയ്തിട്ടുണ്ട്? രുദ്രദമൻ ഇവരെ പരാജയപ്പെടുത്തുന്നുണ്ട്. പക്ഷെ ഈ ഒരു മാട്രിമോണിയൽ അലയൻസ് ഉള്ളതിനാൽ എന്ത് ചെയ്തിട്ടില്ല? ശതവാഹനാസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല. യജ്ഞശ്രീ ശതകർണി അദ്ദേഹമാണ് ഗ്രേറ്റർ ലേസ്റ്റ് കിങ് എന്നുള്ളതും ഓർത്തിരിക്കുക. അങ്ങനെ ശതവാഹനാസിന്റെ ഒരു അവസാനം ലൈക്ലി ടു ഹാവ് ഒക്കേർഡ് ഇൻ 225 CE. അപ്പൊ ഒരു ഫസ്റ്റ് സെഞ്ചുറി BCE മുതൽ തേർഡ് സെഞ്ചുറി CE വരെയാണ് ശതവാഹനാസിന്റെ കാലഘട്ടം എന്നുള്ളത്. പിൽക്കാലത്ത് ശതവാഹനാസിന്റെ ആ ഒരു പവർ വാക്വം, അപ്പൊ ശതവാഹനാസ് ഡിക്ലൈൻ ചെയ്തു. ആ ഒരു വാക്വത്തിലേക്ക് വന്ന റൂളേഴ്സുകളാണ് വക്കട്ടകാസും കാടംബാസും അഭീരാസും ഒക്കെ. ഓക്കെ, വക്കട്ടകാസ് ഡെക്കാൻ ബേസ് ഭരിച്ചു. മൈസൂർ ബേസ് ചെയ്തിട്ട് കാടംബാസ് ഭരിച്ചു. മഹാരാഷ്ട്ര ബേസ് ചെയ്തിട്ട് അഭീരാസ് ഭരിച്ചു. ആന്ധ്ര ബേസ് ചെയ്തിട്ട് ഇക്ഷവക്കൂസ് ഭരിച്ചു. ഗൗതമിപുത്ര സതകർണി വാസ് ഗ്ലോറിഫൈഡ് വാസ് ദ only ബ്രാഹ്മൺ, ഏക ബ്രാഹ്മൺ. ഹു സ്റ്റോപ്ഡ് ദ അഡ്മിക്സ്ചർ അമംഗ് ദ 4 വർണ്ണാസ്. അവര് ചാതുർവർണ്ണ സിസ്റ്റം ഒക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മദറിന്റെ ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തെ ഏക ബ്രാഹ്മൺ എന്നൊക്കെ വിശേഷിപ്പിച്ചത് നാശിക് പ്രസക്തിയിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു അർത്ഥശാസ്ത്ര ദ കൂപ്യാധ്യക്ഷ വാസ് ഇൻ ചാർജ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പൊ മൗര്യൻ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പൊ മൗര്യൻ അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഴ്സ് എന്നുള്ളത് അർത്ഥശാസ്ത്രയാണ്.
അപ്പം ആ അർത്ഥശാസ്ത്രത്തിൽ മെൻഷൻ ചെയ്തിട്ടില്ല ഈ ഒരു കുപ്യധ്യക്ഷ അധ്യക്ഷ എന്നുള്ളത് സൂപ്പർ ഇന്റൻഡന്റ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഹെഡ് ഉണ്ട്. അങ്ങനെ ഈ കുപ്യധ്യക്ഷ എന്നുള്ളത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്, ഓപ്ഷൻ ബി വെൽ ആൻഡ് കനാൽ നെറ്റ്വർക്ക്സ്, ഓപ്ഷൻ സി ഫോറസ്റ്റ് പ്രൊഡ്യൂസ്, ഓപ്ഷൻ ഡി എംബാങ്ക്മെന്റ്സ്. അപ്പൊ ഇതിൽ ഏതിന്റെ ഹെഡാണ് കുപ്യധ്യക്ഷ എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് ഓർത്ത് നോക്കൂ, എളുപ്പമാണ്. ആ ഒരു സൂപ്പറിൻറ്റൻഡൻസിനെ നിങ്ങൾ കോഡൊക്കെ ആക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ഉപാധ്യക്ഷ എന്നുള്ളത് ഫോറസ്റ്റ് പ്രൊഡ്യൂസിന്റെ എന്താണ് സൂപ്പറിൻറ്റൻഡന്റ് ആണ്. ഓക്കെ, ഫോറസ്റ്റ് പ്രൊഡ്യൂസിനാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യാം, മോഡേൺ അഡ്മിനിസ്ട്രേഷനെ പറ്റി സംസാരിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ആൻഡ് എവറി ലൈൻ ഇമ്പോർട്ടന്റ് ആണ്. പഠിച്ചിട്ട് മാത്രം മൗര്യൻസ് ഗുപ്താസ് ഒക്കെ കംപ്ലീറ്റ് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാം, എക്സാമിന് പോവുക എന്നുള്ളതാണ്. സോ മോഡേൺ അഡ്മിനിസ്ട്രേഷനിൽ അർത്ഥശാസ്ത്രത്തിൽ എന്ത് പറയുന്നുണ്ട്, ഒരു സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റ് പറയുന്നുണ്ട്. 7 ഓർഗൻ സ്റ്റേറ്റിന്റെ ഒരു 7 ഓർഗൻസിനെ പറ്റി പറയുന്നുണ്ട്. where the state is organized into 7 elements. So Arthashastra presents a Saptanga theory of state where the state is organized into 7 elements. ഏതൊക്കെയാണിത്? ഒന്ന് സ്വാമിയാണ്, സ്വാമിയാണ് കിങ്. മറ്റൊന്ന് അമത്യാസ് ആണ്, അമത്യാസ് ആണ് മിനിസ്റ്റേഴ്സ്. ആ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലുള്ള മന്ത്രിമാരാണ് അമത്യാസ് എന്നുള്ളത്. മൂന്നാമത്തെ ആൾ എന്താണ്, ജനപദ എന്നുള്ളത്. എന്താണ് ജനപദ? ജനപദ എന്നുള്ളത് ടെറിറ്ററി ആണ്. ടെറിറ്ററി ആൻഡ് ഇറ്റ്സ് പീപ്പിൾ, പ്രജകളാണ് എന്ത് ജനപദ. ദുർഗ എന്നുള്ളതാണ് ഫോർട്ടിഫൈഡ് ക്യാപിറ്റൽ. കോശ എന്നത് ട്രഷറി ആണ്. ദണ്ഡ എന്നുള്ളത് ജസ്റ്റിസ് അല്ലെങ്കിൽ ഫോഴ്സ് ആണ്. മിത്ര എന്നുള്ള ഒരു അലി. അപ്പൊ ഇത്രയും വേണം. അപ്പൊ എന്താണ്, ഒരു സ്റ്റേറ്റ് ആവണമെങ്കിൽ ഈ 7 ഓർഗൻസ് സ്റ്റേറ്റിന് വേണം എന്നുള്ളതാണ് കൗടില്യയുടെ അഭിപ്രായം. ഓക്കെ, അല്ലെങ്കിൽ അർത്ഥശാസ്ത്ര മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ സപ്താംഗ തിയറി ഓഫ് സ്റ്റേറ്റിലെ 7 ആൾക്കാരും ഈ 7 ആൾക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ആ ടേമിന്റെ മീനിങ്ങും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സ്വാമി കിങ് ആണ്, അമത്യ മിനിസ്റ്റേഴ്സ് ആണ്, ജനപദ പ്രജകളാണ്, ദുർഗ ക്യാപിറ്റൽ ആണ്, കോശ അതിന്റെ ട്രഷറി ആണ്, ദണ്ഡ ജസ്റ്റിസ് അല്ലെങ്കിൽ പോലീസ് ഫോഴ്സ് ഒക്കെ പോലുള്ളതാണ്, മിത്ര അലിയാണ്. ഇനി സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിലേക്ക് വരികയാണെങ്കിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ കിങ് ആണ് മെയിൻ. ഓക്കെ, അപ്പൊ കിങ്, അർത്ഥശാസ്ത്ര കൺസിഡർ ദ കിങ് ആസ് എ ഫോക്കൽ പോയിന്റ് ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷന്റെ ഫോക്കൽ പോയിന്റ് ആയിട്ട് അർത്ഥശാസ്ത്രം മുന്നോട്ട് വെക്കുന്നത് രാജാവിനെയാണ്. അപ്പം രാജാവിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും രാജാവിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആരുണ്ട്, അമത്യാസ് എന്നുള്ള മിനിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഈ അമത്യാസ് എന്നുള്ള മിനിസ്റ്റേഴ്സിന്റെ പവർ വരെ ആരുടെ കയ്യിലാണ്, രാജാവിന്റെ കയ്യിലാണ്. രാജാവിന് വേണ്ടവരെ മാത്രമേ രാജാവ് അമത്യാസ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യുള്ളൂ. രാജാവിന് എപ്പം തോന്നുന്നു അപ്പം അമത്യാസിനെ റിമൂവ് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, the minister Amatyas was appointed and removed by the king. He defeated the treasury and the people, looked after the welfare of the people, punished criminals, and influenced the people praja through his morality. Okay, it is a monistic view on sovereignty where the king's decision could override even Shah's injunctions in a different arranges. അപ്പൊ ഇവിടെ പറയുന്നു കിങ് അത്രയും പവർഫുൾ ആണ്, കിങ് അത്രയും പവർഫുൾ ആണ്. എത്ര എക്സ്റ്റെൻഡിൽ ചോദിക്കുകയാണെങ്കിൽ കിങ്ങിന്റെ അഭിപ്രായങ്ങളും ധർമ്മശാസ്ത്രങ്ങളിൽ ഇപ്പൊ ട്രഡീഷണലി ആ ഒരു റൂൾ ബുക്കിലുള്ള അഭിപ്രായം, ട്രഡീഷണൽ ലോയിലുള്ള അഭിപ്രായം വ്യത്യാസപ്പെടുകയാണെങ്കിൽ അവിടെ ആരുടെ അഭിപ്രായത്തിലാണ് പ്രോമിനൻസ്, കിങ്ങിന്റെ അഭിപ്രായത്തിലാണ് പ്രോമിനൻസ് എന്നാണ് അർത്ഥശാസ്ത്രം പറയുന്നത്. അപ്പം ധർമ്മശാസ്ത്രത്തിനെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം പോലും രാജാവിനുണ്ട് എന്നുള്ളതാണ് കൗടില്യ പറയുന്നത്. ഓക്കെ, സോ ആ രീതിയിലൊക്കെ സ്റ്റേറ്റ്മെന്റ് കണ്ടാൽ അത് കറക്റ്റ് ആണ് കേട്ടോ. Arthashastra considered the king as the focal point of the administration. The minister Amatyas was appointed and removed by him. He defended the treasury and the people, looked after the welfare of the people, punished criminals and influenced the people. അപ്പൊ അതിന്റെ മറ്റൊരർത്ഥമാണ് അദ്ദേഹത്തിന് അത്രയും പവർഫുൾ ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പവർ എത്രത്തോളം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ കിങ് ഹാസ് ദ പവർ ടു ഓവർ റൈഡ് ദ ട്രഡീഷണൽ ലോ, ദാറ്റ് ഈസ് ധർമ്മശാസ്ത്ര. ധർമ്മശാസ്ത്രയെ ഓവർ റൈഡ് ചെയ്യാനുള്ള അധികാരം പോലും രാജാവിനുണ്ട് എന്നുള്ളതാണ്. പിന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന മറ്റൊരു വിഭാഗമാണ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ മന്ത്രി പരിഷത്ത് എന്നുള്ളത്. ഓക്കെ, മന്ത്രി പരിഷത്ത് അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അപ്പൊ അർത്ഥശാസ്ത്രയും അശോകൻ എഡിക്റ്റുകളൊക്കെ ഈ പരിഷത്തിനെ പറ്റി പറയുന്നത്. അപ്പൊ അതിൽ അർത്ഥശാസ്ത്രം പറയണോ കിങ്ങിന് ഒറ്റയ്ക്ക് ഈ രഥം വലിക്കാൻ പറ്റും, ഇതൊരു രഥമാണ്, ഈ രഥം വലിക്കണമെങ്കിൽ കുറച്ച് കുതിരകൾ ആവശ്യമുണ്ട്. ഈ കുതിരകളാണ് ആര്, മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ അമത്യാസ് എന്നുള്ളതാണ് ആര് പറഞ്ഞിട്ടുള്ളത്, അർത്ഥശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അശോകൻ എഡിക്ട്സുകളിലും എന്ത് പറയപ്പെട്ടിട്ടുണ്ട്, പരിഷത്തിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മേജർ റോക്ക് എഡിക്ട് 3 ഒരു പരിഷത്തിനെ പറ്റി പറയുന്നുണ്ട്. എന്താണ്, ഇറ്റ് വാസ് എക്സ്പെക്ടഡ് ടു എൻഷർ ദ ന്യൂ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ്. ഓക്കെ, പക്ഷേ ഈ കിങ് അമത്യാസിന്റെ റോൾ കൂടുതലും അഡ്വൈസറി ആണ്. അഡ്വൈസ് ചെയ്യാം എന്നേ ഉള്ളൂ. പക്ഷെ ആരുടെ അഭിപ്രായത്തിലാണ് അവിടെ റെലവൻസ്, രാജാവിന്റെ അഭിപ്രായത്തിലാണ് അവിടെ റെലവൻസ്. ഓക്കെ, പിന്നീട് ഇനി ആർമിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ
മൗര്യൻസിനെ പറ്റി സംസാരിക്കില്ല, അല്ലെങ്കിൽ മൗര്യൻസിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വർക്കുകളിൽ മുഴുവൻ, ഇൻക്ലൂഡിങ് മെഗസ്തനീസിന്റെ ഇന്ദിക്ക, പിന്നെ അതുപോലെ തന്നെ അർത്ഥശാസ്ത്രം, കൗടില്യയുടെ അർത്ഥശാസ്ത്രം, പിന്നെ ബാക്കിയുള്ള റോക്ക് എഡിക്റ്റുകൾ, അശോകൻ റോക്ക് എഡിക്റ്റുകൾ, ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ, ന്യൂമിസ്മാറ്റിക്സ് എവിഡൻസുകൾ, എപ്പിഗ്രഫികൾ, ഇതൊക്കെ എന്ത് പറയുന്നുണ്ട്? മൗര്യൻസിന് പവർഫുൾ ആയിട്ടുള്ള ഒരു ആർമി ഉണ്ട് എന്നുള്ള ഒരു മെൻഷനിങ് തരുന്നുണ്ട്. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ആർമി മൗര്യൻസിനുണ്ട്. ആൻഡ് മൗര്യൻസിന്റെ ആർമി അത്രയും പവർഫുൾ ആണ്, ഒരു സുപ്രീം ആർമി ആയിരുന്നു എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഓൾ അക്കൗണ്ട്സ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ മൗര്യൻസ് ഹാഡ് എ ലാർജർ ആർമി. അപ്പൊ ഈ ഒരു ആർമിയുടെ സുപ്രീം കമാൻഡർ ആരാണ്? അതും രാജാവാണ്, കിങ് ആണ്, അല്ലെങ്കിൽ സ്വാമിയാണ്. സ്വാമിയാണ് അല്ലെങ്കിൽ കിങ് ആണെന്ത്? സുപ്രീം കമാൻഡർ ഓഫ് ദ ആർമി. പ്ലിനി എന്താണ്? നാച്ചുറൽ ഹിസ്റ്ററിയുടെ ഓതറാണ് പ്ലിനി എന്നുള്ളത് അറിയാം. പ്ലിനി എങ്ങനെയാണ് ഇവിടെ ബന്ധപ്പെട്ടുള്ളത്? ഈ മെഗസ്തനീസിന്റെ ഇന്ത്യക്ക നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ ഒരു മൗര്യൻ അഡ്മിനിസ്ട്രേഷനെ പറ്റി, അല്ലെങ്കിൽ മൗര്യൻസിന് അഡ്മിനിസ്ട്രേഷൻ അല്ല, മൗര്യൻസിന്റെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന വർക്കാണ് മെഗസ്തനീസിന്റെ ഇന്ത്യക്ക. മെഗസ്തനീസ് വാസ് ആൻ അംബാസഡർ ഓഫ് സെലൂക്കസ് നിക്കോട്ടർ. സെലൂക്കസ് നിക്കോട്ടറിന്റെ അംബാസഡർ ആയിട്ട് ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലെത്തുന്ന ആളാണ് മെഗസ്തനീസ് എന്നുള്ളത്. ഓക്കെ, ആ ഒരു സ്റ്റോറി വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യ എമർജ് ചെയ്യുന്നത് ഏത് കാലഘട്ടത്തിലാണ്? അലക്സാണ്ടർ ദ ഗ്രേറ്റ് ധനനന്ദയെ പരാജയപ്പെടുത്തുന്ന സമയത്താണ്. അപ്പൊ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇന്ത്യ വിട്ടു പോകുമ്പോൾ ഇന്ത്യയിലെ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യ ഏൽപ്പിച്ച ആളായിരുന്നു സെലൂക്കസ് നിക്കോട്ടർ എന്നുള്ളത്. ഈ സെലൂക്കസ് നിക്കോട്ടറിനെ ചന്ദ്രഗുപ്ത മൗര്യ പരാജയപ്പെടുത്തിയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. പകരം എന്ത് ചെയ്തു? സെലൂക്കസ് നിക്കോട്ടറിന് ഒരു 500ഓളം എലിഫന്റ്സിനൊക്കെ കൊടുത്തു. ഇവർ തമ്മിൽ എന്ത് ചെയ്തു? ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കി വെച്ചു. പിന്നീട് സെലൂക്കസ് നിക്കോട്ടാർ എന്ത് ചെയ്തു? ഇദ്ദേഹത്തിന്റെ ഒരാളെ മെഗസ്തനീസിനെ ചന്ദ്രഗുപ്ത മൗര്യയുടെ കോർട്ടിലേക്കൊക്കെ അയച്ചു. അങ്ങനെയാണ് ഇവരെ അവിടെ ഒരു റിലേഷൻ വരുന്നത്, ഇന്തോ ഗ്രീക്ക് കിങ്ങുമായിട്ട്, അല്ലെങ്കിൽ ആ ഒരു രാജാക്കന്മാരുമായിട്ട് മൗര്യൻസിന് ബന്ധം വരുന്നതാണ്. പിന്നെ ബിന്ദുസാരൊക്കെ ആന്റിയോക്കസ് ഫസ്റ്റിന്റെ കയ്യിൽ നിന്ന് വൈനും പിന്നെ ഫിലോസഫറിനെ ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ബന്ധം തുടങ്ങുന്നത് ഇവിടുന്നാണ്. അങ്ങനെ മെഗസ്തനീസിന്റെ വർക്കായിട്ടുള്ള ഇന്ദിക്കയുടെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒറിജിനൽ വേർഷൻ നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ ഇന്ദിക്ക റെഫർ ചെയ്തുകൊണ്ട് പിൽക്കാലത്ത് ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. പ്ലിനിയെ പോലെയൊക്കെ, അല്ലെങ്കിൽ അരാബോയെ പോലെയുള്ള പല റൈറ്റേഴ്സും എഴുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്ലിനിയുടെ പേര് അവിടെ വന്നിട്ടുള്ളത്. അപ്പൊ പ്ലിനി പറഞ്ഞിട്ടുണ്ട് മൗര്യൻസിന്റെ ആർമിയിൽ 6 ലക്ഷത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫാൻട്രി അല്ലെങ്കിൽ കാലാൾപ്പട ഉണ്ടായിരുന്നു. മൗര്യൻസിന്റെ ആർമിയിൽ 6 ലക്ഷത്തോളം ആൾക്കാർ ഉൾപ്പെടുന്ന ഒരു കാലാൾപ്പട ഉണ്ടായിരുന്നു. 30,000-ഓളം കാവലറീസ് ഉണ്ടായിരുന്നു, കുതിരപ്പട ഉണ്ടായിരുന്നു. 9,000 എലിഫന്റ്സ് ഉണ്ടായിരുന്നു. 8,000 ചാരിയോട്സ് അല്ലെങ്കിൽ രഥങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ സോൾജിയേഴ്സിനൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ ക്യാഷിലായിരുന്നു പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോൾജിയേഴ്സ് വെർ പെയ്ഡ് ഇൻ ക്യാഷ്. ഒരു കോയിൻ ഉണ്ട് അവർക്ക് കേട്ടോ, ആ ഒരു കോയിനിലായിരുന്നു പേയ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കൗടില്യ പറയണു ആർമിയെ 4 മെയിൻ ഡിവിഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൗടില്യക്കും മെഗസ്തനീസിനും അഥവാ അർത്ഥശാസ്ത്രയിലും ഇന്ത്യക്കയിലും 2 അഭിപ്രായങ്ങളാണുള്ളത്. അർത്ഥശാസ്ത്രം പറയുന്നു 4 ഡിവിഷൻസ് ആണ് ആർമിക്കുള്ളത്. മെഗസ്തനീസ് പറയുന്നു ഒരു ആറ് ഡിവിഷൻസ് ഉണ്ടായിരുന്നു ആർമിക്ക് എന്നുള്ളത്. നമുക്ക് നോക്കാം. അപ്പൊ കൗടില്യ പറയണു ആർമിയിലെ ഇൻഫാൻട്രി ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്, കാലാൾപ്പടയെ ഒരു ഗ്രൂപ്പായി തിരിച്ചിട്ടുണ്ട്. അവർക്കൊരു കമാൻഡിങ് ഓഫീസർ അല്ലെങ്കിൽ അവർക്കൊരു ലീഡർ ഉണ്ട്. അതിനെ അർത്ഥശാസ്ത്രം വിളിച്ചത് പാഠ്യാധ്യക്ഷ എന്നുള്ളതാണ്. അപ്പൊ ഇൻഫാൻട്രിയുടെ ഹെഡാണ് പാഠ്യാധ്യക്ഷ, കാവലറിയുടെ ഹെഡാണ് കാവലറി, കുതിരപ്പടയാണ് അപ്പൊ അശ്വധ്യാക്ഷ, ചാരിയോട്സ് രഥമാണ് രഥധ്യാക്ഷ, എലിഫന്റ് ആനയെ ഹസ്ത എന്നുള്ള രീതിയിലാണ്, ഹസ്തി എന്നൊക്കെ രീതിയിലാണ് കൂടുതലായിട്ട് മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഹസ്തധ്യാക്ഷ. ഓക്കെ, സോ ഇൻഫാൻട്രി പാഠ്യാധ്യക്ഷ, കാവലറിയുടെ ഹെഡ് അശ്വധ്യാക്ഷ, ചാരിയോട്സ് രഥധ്യാക്ഷ, എലിഫന്റ് ഹസ്തധ്യാക്ഷ. ഈ 4 ആർമിഡ് ഡിവിഷൻസ് മൗര്യൻസിന്റെ ആർമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൗടില്യ നമ്മളോട് പറയണത്. ഇനി മെഗസ്തനീസ് പറയുന്നു അവിടെ ഒരു യൂണിഫൈഡ് മിലിറ്ററി ഉണ്ടായിരുന്നു, 6 സബ് കമ്മിറ്റീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളത്. അപ്പൊ ഈ 6 കമ്മിറ്റിക്ക് ഏതൊക്കെ ഉണ്ട്? നമ്മുടെ കൗടില്യ പറയാത്ത നേവിയും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടും എന്നുള്ള ഡിപ്പാർട്ട്മെന്റും ഉണ്ട് എന്നുള്ളതാണ് മെഗസ്തനീസ് പറയുന്നത്. അപ്പം ദ ഫസ്റ്റ് കമ്മിറ്റി ലുക്ക്ഡ് ആഫ്റ്റർ ദ നേവി, സെക്കൻഡ് മാനേജർ ട്രാൻസ്പോർട്ട് ആൻഡ് പ്രൊവിഷൻസ്. ബാക്കി 3 എന്താണ്? ബാക്കി 4 എന്താണ്? കൗടില്യ പറഞ്ഞത് തന്നെയാണ്. ഫുഡ് സോൾജേഴ്സ് അഥവാ ഇൻഫാൻട്രിക്ക് ഒരു ഹെഡ് ഉണ്ടായിരുന്നു, പാഠ്യാധ്യക്ഷം. 4മത്തെ ഹോഴ്സ് അഥവാ കാവലറിക്ക് ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അതാണ് അശ്വധ്യാക്ഷം. 5മത്തെ ചാരിയോട്സിന് ഹെഡ് ഉണ്ടായിരുന്നു, അതാണ് രഥധ്യാക്ഷം. 6 എലിഫൻസിന് ഒരു ഹെഡ് ഉണ്ടായിരുന്നു, എലിഫന്റിന്റെ ആ ഒരു ആർമിക്ക് ഒരു കമാൻഡിങ് ഓഫീസർ ഉണ്ടായിരുന്നു, അതാണ് ഹസ്തധ്യാക്ഷം. ഓക്കെ, അതാണ് മൗര്യൻസിന്റെ ആർമി അഡ്മിനിസ്ട്രേഷൻ ആയിട്ട് പറയുന്നത്. ഇനി മൗര്യൻസിന്റെ ഇടയിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എസ്പിയോണേജ് സിസ്റ്റം അഥവാ രാജ്യം ഭരിക്കുന്ന കാര്യത്തില് എന്താണ് പ്രജകളുടെ അവസ്ഥ, ഒരു ചാരപ്രവർത്തനം എന്നൊക്കെ പറയാം. എന്താണ് പ്രജകളൊക്കെ
ഓക്കെ ആണോ? പുറത്തുനിന്ന് വരുന്ന ഫോറിനേഴ്സിന് എന്തെങ്കിലുമൊക്കെ ഗൂഢലക്ഷ്യമുണ്ടോ? ആരെങ്കിലൊക്കെ രാജാവിനെതിരെ തിരിയാൻ പ്ലാൻ ഉണ്ടോ? ഇതൊക്കെ അറിയാൻ വേണ്ടി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള എസ്പിയോണേജ് സിസ്റ്റം മൗര്യൻസിന്റെ ഇടയിൽ നിലനിന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അർത്ഥശാസ്ത്ര മെൻഷൻസ് എ വെൽ നീറ്റ് എസ്പിയോണേജ് സിസ്റ്റം ടു കീപ് ആൻ ഐ ഓൺ ദ മിനിസ്റ്റേഴ്സ്. മിനിസ്റ്റേഴ്സിന്റെ മേലിൽ ഒരു മിനിസ്റ്റേഴ്സിനെയാണ് കൂടുതലായിട്ടും വാച്ച് ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലുമൊക്കെ മിനിസ്റ്റർ കറപ്റ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ദുഷ്ടമത്യാസായിട്ട് മാറുന്നുണ്ടോ, മോശമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അയാളെ റിമൂവ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യും, ഇവർ സന്യാസിമാരുടെയും സ്റ്റുഡന്റിന്റെ ഒക്കെ വേഷം കെട്ടിയിട്ട് നിങ്ങളുടെ നാട്ടിൽ ആ മത്യാസ് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അതൊക്കെ രാജാവിന് എത്തിക്കും. സോ അത്രയും ഒരു വെൽ നിറ്റ് എസ്പിയോണേജ് സിസ്റ്റം മൗര്യൻസിന്റെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് അർത്ഥശാസ്ത്രം പറയുന്നുണ്ട്. ഓക്കെ, സോ അർത്ഥശാസ്ത്ര മെൻഷൻസ് എ വെൽ നിറ്റ് എസ്പിയോണേജ് സിസ്റ്റം ടു കീപ് ആൻ ഐ ഓൺ ദ മിനിസ്റ്റേഴ്സ്, ഗവൺമെന്റ് ഒഫീഷ്യൽസ്. They collected impressions regarding the citizens' feelings and know the secrets of foreign kings. അപ്പോൾ സം ഓഫ് ദ ഒഫീഷ്യൽസ് നെറ്റ്വർക്ക്, ഇപ്പോൾ സ്റ്റുഡൻസിനെ യൂസ് ചെയ്യും, ഹൗസ് ഹോൾഡേഴ്സിന് യൂസ് ചെയ്യും, പോയിസണസ് ഗേൾസ് അഥവാ വിഷകന്യക യൂസ് ചെയ്യും. ഇവരൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി എസ്പിയോണജുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഒഫീഷ്യൽസും അതിന്റെ ഹെഡും പറയാം. മഹാമത്യ പസർപ്പ, അതാണ് എസ്പിയോണജ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഗൂഢപുരുഷാസ്, അവർ സീക്രട്ട് ഏജൻസ് ആണ്. സംസ്ഥാൻ, അവർ സ്റ്റേഷനറി സീക്രട്ട് ഏജൻസ് ആണ്. സഞ്ചാരാസ്, അവർ ടൂറിസ്റ്റ് സീക്രട്ട് ഏജൻസ് ആണ്. അപ്പൊ ഈ എസ്പിയോണജ് നെറ്റ്വർക്ക് തന്നെ രണ്ട് തരത്തിലുണ്ട്. ഒന്ന്, ഒരു സ്ഥലത്ത് സ്റ്റേഷനറി ആയിട്ട് നിന്നുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഈ സ്പൈകൾ. മറ്റൊന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്പൈകൾ. അതിൽ സ്റ്റേഷനറി ആയിട്ട് നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്പൈകളാണ് സംസ്ഥാൻ എന്ന് അർത്ഥശാസ്ത്ര മെൻഷൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വാൻഡറിംഗ് ആയിട്ട് നടന്ന് ഡാറ്റ കളക്ട് ചെയ്യുന്ന സ്പൈകളാണ് സഞ്ചാരാസ് എന്ന രീതിയിൽ മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ഈ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ മൗര്യൻ എംപയറിനെ 5 പ്രൊവിൻസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ മൗര്യൻ എംപയർ വാസ് ഡിവൈഡഡ് ഇൻറ്റു 5 പ്രൊവിൻസസ്. അപ്പൊ ഈ ഓരോ പ്രൊവിൻസിലും എന്തുണ്ട്, ഒരു കുമാര അല്ലെങ്കിൽ ഒരു ഗവർണർ ഉണ്ട്. ഓക്കെ, സോ ഈച്ച് പ്രൊവിൻസ് വെർ അണ്ടർ ദ ഡയറക്റ്റ് പ്രൊവിൻസ് ഓഫ് എ പ്രിൻസ് അല്ലെങ്കിൽ കുമാര. അപ്പൊ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊവിൻസസ്? ഒന്ന് ഉത്തരപദ, നോർത്തിലുള്ള താക്സിലാണ്. മറ്റൊന്ന് വെസ്റ്റിലുള്ള അവന്തിപദ, അതാ ഉജ്ജയിനാണ്. ദക്ഷിണപദ സൗത്തിൽ സുവർണഗിരിയാണ്. പിന്നെ സെന്ററിൽ അവരുടെ ഒരു മൗര്യൻസിന്റെ ഒരു സെൻട്രൽ ഏരിയ എന്നുള്ളത് എന്താണ്, മഗധയാണ്. പടാലിപുത്ത് അവരുടെ ക്യാപിറ്റലൊക്കെ വരുന്നത്. പിന്നെ ഈസ്റ്റിലുള്ളത് കലിംഗ. കലിംഗ എന്നുള്ള പ്രോവിൻസ് ആണ്, അതാണ് തൊസാലി. തൊസാലിയാണ് കലിംഗ പ്രോവിൻസിന്റെ ക്യാപിറ്റൽ. അപ്പം 6 പ്രോവിൻസും 6 പ്രോവിൻസിന്റെ ക്യാപിറ്റലും ഓർത്തിരിക്കാം. അല്ല, 5 പ്രോവിൻസ് സെൻട്രലും പിന്നെ 4 പ്രോവിൻസും, 5 പ്രോവിൻസും അതിന്റെ ക്യാപിറ്റലും. ഉത്തരപദ നോർത്തിലാണ്, ടാക്സിലും. സൗത്തിൽ ദക്ഷിണപദ, ക്യാപിറ്റൽ സ്വർണഗിരി. ഈസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കലിംഗ, തൊസാലിയാണ് ക്യാപിറ്റൽ. വെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ അവന്തിപദ, ക്യാപിറ്റൽ ഉജ്ജയിനാണ്. സെൻട്രൽ എന്താണ്, മഗധ, അവരുടെ ക്യാപിറ്റൽ പടാലിപുത്ര. ഓക്കെ, നെക്സ്റ്റ് ഓഫീസേഴ്സ് ആയിട്ട് കുറച്ച് ഓഫീസേഴ്സ് നമുക്ക് പറയാം ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ട്. അതാണ് പ്രദേശിക എന്നുള്ളൊരു ഓഫീസർ. പ്രദേശികയാണ് ഓവറോൾ ഇൻചാർജ് ഓഫ് ദ ഡിസ്ട്രിക്ട്. ഒരു ഡിസ്ട്രിക്റ്റിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി നടത്തുന്ന മൗര്യൻ ഓഫീസറാണ് പ്രദേശിക എന്നുള്ളത്. സോ അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ്? ലാൻഡ് മെഷർ ചെയ്യുക. പ്രദേശികയുടെ ഡ്യൂട്ടിയാണ് ലാൻഡ് മെഷർ ചെയ്യുക, ടാക്സുകൾ കളക്ട് ചെയ്യുക, ആ ഒരു ഡിസ്ട്രിക്റ്റിലെ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക. ഇതൊക്കെയാണ് പ്രദേശികയുടെ ഡ്യൂട്ടി എന്നുള്ള. ഓക്കെ, സോ നെക്സ്റ്റ് ആണ് രജുഗാസ്. രജുഗാസ് എന്നുള്ളത് നമ്മൾ ഇന്നത്തെ കാലത്ത് കാണുന്ന ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനോട് ഈക്വൽ ആണ് രജുഗാസ് എന്നുള്ള അഡ്മിനിസ്ട്രേഷൻ. അവരെന്ത് ചെയ്യണം? ക്ലറിക്കൽ ഡ്യൂട്ടിയും അക്കൗണ്ടിങ് വർക്കുകളൊക്കെ അവർ ചെയ്യണം. അതുപോലെ തന്നെ അത് കൂടാതെ അവർക്ക് എന്തുമുണ്ട്? ജുഡീഷ്യൽ ഡ്യൂട്ടിയും ഉണ്ട്, റവന്യൂ ഫങ്ഷൻസും ഉണ്ട്. അശോകയുടെ 4th പില്ലർ എഡിക്റ്റിൽ ഈ രജുഗാസിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെൻഷൻസ് ദാറ്റ് അശോക ഗ്രാൻഡ് ഇൻഡിപെൻഡന്റ് അതോറിറ്റി ടു ദ രജുഗാസ്. അശോക രജുഗാസിന് ഇൻഡിപെൻഡന്റ് അതോറിറ്റി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് അവിടെ പറയപ്പെട്ടിട്ടുണ്ട്. എന്തിന്? പബ്ലിക് വെൽഫെയറിൽ ആക്ടിവിറ്റി ചെയ്യാൻ. അപ്പൊ രജുഗാസിന് തോന്നുകയാണ് ആ ഒരു ഡിസ്ട്രിക്റ്റില് പബ്ലിക് വെൽഫെയർ അല്ലെങ്കിൽ പൊതുജനക്ഷേമത്തിന് പുതിയൊരു പ്രൊജക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് രജുഗാസിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാം. അതിന് ആരുടെയും സാങ്ഷൻ ഒന്നും ആവശ്യമില്ല. ഓക്കെ, നെക്സ്റ്റ് ഡിസ്ട്രിക്ട് ലെവൽ ഓഫീസറാണ് യുക്താസ്. അപ്പൊ യുക്താസ് എന്താണ്? ഇവരുടെയൊക്കെ ജൂനിയർ ഓഫീസറാണ്. പ്രദേശികയും രജുകയും അസിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് യുക്താസിന്റെ ഡ്യൂട്ടി. പിന്നെയാണ് ഗോപയും സ്തനികയും. അപ്പൊ ഈ ഗോപയുടെ ഡ്യൂട്ടി എന്നുള്ളത് അവിടെ നടക്കുന്ന ഓരോ ഡെത്തും ബർത്തും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഗോപയുടെ ഡ്യൂട്ടി. ഓക്കെ, ഗോപയുടെ ഡ്യൂട്ടി എന്താണ്? ബർത്തും ഡെത്തും റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇനി സ്തനികയുടെ ഡ്യൂട്ടി എന്നുള്ളത് അത് റവന്യൂ കളക്ഷനായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടീസ് ആണ്.
ടാക്സ് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട ഡ്യൂട്ടിയാണ് സ്ഥാനികർക്കുള്ളത്. So they act as intermediaries between district and village level administrative units. Their work include demarcating village boundaries, maintaining land records, recording people's income and expenditure, recording taxes, revenues and fines, and also ഓർത്തിരിക്കുക ബർത്ത് ആൻഡ് ഡെത്ത് റെക്കോർഡ്. അപ്പം ഇവരുടെ മൗര്യൻസിന്റെ അണ്ടറിൽ എല്ലാ എന്താണ് ഓരോ വകുപ്പും ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സൂപ്പർ ഇന്റൻസും ഉണ്ട്. അപ്പൊ ഈ സൂപ്പർ ഇന്റൻസ് ആണ് നിരന്തരം ചോദ്യം ചോദിക്കുന്ന ഏരിയ. അപ്പൊ അകാരാധ്യക്ഷ എന്തിന്റെ സൂപ്പറിന്റന്റ് ആണ്? മൈനുകളുടെ സൂപ്പറിന്റന്റ് ആണ് അകാരാധ്യക്ഷ. നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുള്ളത് കുപ്യധ്യക്ഷാണ്. കുപ്യധ്യക്ഷ നിങ്ങൾ കാണും അവിടെ 2, 4, 6 നോക്കൂ. കുപ്യധ്യക്ഷ. മിനറൽസ് ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസർ, ഫോറസ്റ്റിന്റെ ആളാണ് ആര്? കുപ്യധ്യക്ഷ എന്നുള്ളത്. ഓക്കെ, നമുക്കിനി ഓരോന്ന് നോക്കാം. അകാരാധ്യക്ഷ മൈന്. അക്ഷപടലധ്യക്ഷ അക്കൗണ്ടന്റ് ജനറൽ ആണ് അക്ഷപടലധ്യക്ഷ. അശ്വധ്യക്ഷ കാവലറി. ഗണികാധ്യക്ഷ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് ഡാൻസേഴ്സ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. ഹസ്തധ്യക്ഷ എലിഫന്റിന്റെ ഹെഡ്. കുപ്യധ്യക്ഷ മിറനേഴ്സ് ആൻഡ് ഫോറസ്റ്റ് പ്രൊഡ്യൂസറിന്റെ ഹെഡ്. ലക്ഷണധ്യക്ഷ കോയിൻ മിന്റിങ്ങിന്റെ ഹെഡാണ്. ആയുധാധ്യക്ഷ വെപ്പൺ മാനുഫാക്ചറിങ്ങിന്റെ ഹെഡാണ് ആയുധാധ്യക്ഷ. ലോഹാധ്യക്ഷ അയണും അതുപോലെ ബാക്കിയുള്ള മെറ്റൽസിന്റെ ഒക്കെ ഹെഡ്. പൗത്വാധ്യക്ഷ അത് വെയ്റ്റ്സ് ആൻഡ് മെഷർമെന്റ്സിന്റെ ഹെഡ്. ലവണധ്യക്ഷ സാൾട്ടിന്റെ ഹെഡാണ്, സാൾട്ടിന്റെ സൂപ്പറിന്റന്റ് ആണ്. പണധ്യക്ഷ കൊമേഴ്സ് ട്രേഡിങ്ങിന്റെ ഹെഡ്. അപ്പൊ അതിൽ പൗത്വാധ്യക്ഷയുണ്ട്, പണധ്യക്ഷയുണ്ട്. പൗത്ത വെയ്റ്റ്സും മെഷർമെന്റ് ആണ് നോക്കുന്നത്, പണധ്യക്ഷയാണ് കൊമേഴ്സും ട്രേഡിങ്ങും നോക്കുന്നത്. നൗകാധ്യക്ഷ സ്റ്റേറ്റിന്റെ ബോട്ടുകൾ നോക്കുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് നൗകാധ്യക്ഷ എന്നുള്ളത്. ഇനി മുദ്രാധ്യക്ഷ പാസ്പോർട്ടൊക്കെ നോക്കുന്ന ആളാണ് മുദ്രാധ്യക്ഷ. മണധ്യക്ഷ ടൈം പ്ലേസ് വെതർ ഡിപ്പാർട്ട്മെന്റ് ആണ് മനധ്യക്ഷ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതില് മൗര്യൻസിന്റെ ഒക്കെ എല്ലാം ക്യാഷ് പേയ്മെന്റ് ആണ് നടത്തുന്നതൊക്കെ ഓർക്കണം. അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഏറ്റവും കൂടുതൽ പേയ്മെന്റ് സേനാപതിക്കായിരുന്നു. ഈ ഒരു ആർമിയുടെ സേനാപതിക്കായിരുന്നു. അദ്ദേഹക്ക് 48,000 പണം ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അധ്യക്ഷാസനാണ് കൂട്ടത്തിൽ കുറച്ച് സാലറി എന്നുള്ളത്. ഡിപ്പാർട്ട്മെന്റിന്റെ സൂപ്പറിന്റൻസിനാണ് കുറച്ച് സാലറി എന്നുള്ളത് കമ്പയർ ടു സേനാപതിയൊക്കെ പോലെയുള്ള ആൾക്കാരുമായിട്ട് നായകാസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ, next question. Which of the following statement are correct with regard to the guilds and corporate bodies in ancient India? Ancient ഇന്ത്യയിലെ ഗിൽഡുകൾ നമുക്കറിയാലോ എന്താണ് ഗിൽഡ്? ആ ഒരു അസോസിയേഷൻ ഓഫ് എക്കണോമിക് അല്ലെങ്കിൽ ക്രാഫ്റ്റ് വർക്കേഴ്സിന്റെയോ അതുപോലെ തൊഴിലാളികളുടെ ഒരു അസോസിയേഷൻ ആയിട്ടാണ് ഗിൽഡ്സ് പറയാറുള്ളത്. അപ്പൊ അതുമായിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ശ്രേണീസ് വർ ദ ക്രാഫ്റ്റ് ഗിൽഡ്സ്. ഗിൽഡ് ക്രാഫ്റ്റ് ഉള്ള ഗിൽഡിന്റെ അല്ലെങ്കിൽ ക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഗിൽഡാണ് ശ്രേണി എന്നുള്ളത്. ജേതകാസ് വർ ദ ചീഫ്സ് ഓഫ് ദ ഗിൽഡ്സ് ഓർ കോർപ്പറേറ്റ് ബോഡീസ്. അപ്പൊ ഇതിന്റെ ഹെഡ്, ഈ ഒരു ഗിൽഡ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോഡിയുടെ ഹെഡായിട്ട് പറയപ്പെടുന്നത് ജേതകാസിനെയാണ്. ചീഫ് മെർച്ചന്റിനെ സേത്തി എന്ന് വിളിച്ചിട്ടുണ്ട്. സേത്ത്. കാര്യചിന്തകാസ് വർ ദ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ്. ഒരു ട്രേഡേഴ്സിന്റെ ഗ്രൂപ്പാണ് കാര്യചിന്തകാസ് എന്നാണ് പറയുന്നത്. പുഗാസ് വർ ദ കൗൺസിൽ ഓഫ് മെർച്ചൻസ്. മെർച്ചൻസിന്റെ കൗൺസിലാണ് പുഗാസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ്, ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇതില് നമുക്ക് പെട്ടെന്ന് പറയാം. ശ്രേണീസ് ക്രാഫ്റ്റ് ഗിൽഡ് ആണല്ലോ, അത് കറക്റ്റ് ആണ്. ജേതകാസ് ആണ് നമ്മൾ ഈ ഗിൽഡിന്റെ ഹെഡിനെ വിളിക്കാറുള്ളത്. ചീഫ് മെർച്ചന്റിനെ സേത്തി, ഇന്ന് നമ്മൾ സേട്ട് എന്നൊക്കെ വിളിക്കാറില്ലേ, ഭയങ്കര വ്യാപാരിയെ. അപ്പൊ സേത്തീൻ എന്നാണ് ചീഫ് മെർച്ചന്റിനെ വിളിച്ചത്. കാര്യചിന്തകാസ് അത് ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സ് അല്ല. ഈ ഒരു ഗിൽഡിന് അതുപോലെ തന്നെ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോർപ്പറേറ്റ് ബോഡീസിന്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, നമുക്ക് ആ ഒരു ഓർഗനൈസിംഗ് മെമ്പേഴ്സിന്റെ ഒരു ഗ്രൂപ്പാണ് കാര്യചിന്തകാസ്. ആ പേരിൽ നിന്ന് നിങ്ങൾ കിട്ടണം കേട്ടോ, കാര്യചിന്തകാസ് എന്നുള്ളത്. പിന്നെ പുഗാസ് ഒരിക്കലും കൗൺസിൽ ഓഫ് മെർച്ചൻസ് അല്ല. കൗൺസിൽ ഓഫ് മെർച്ചൻസ് അല്ല, അത് ആ ഒരു ലോക്കാലിറ്റിയിൽ ഉണ്ടാകുന്ന കുറച്ച് കൗൺസിൽസ് ആണ് ഈ പുഗാസ് എന്നുള്ള ആൻഷ്യന്റ് ഇന്ത്യൻ ടേം എന്നുള്ളത്. അപ്പൊ ഇവരുടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ളത് എയും ബിയും സിയും ആണ്, ബാക്കി രണ്ടും റോങ്ങും ആണ്. ഓക്കെ, സോ എ ബി സി ഉള്ളി എന്നുള്ളതാണ് കറക്റ്റ്. അപ്പൊ എന്താണ് രണ്ട് റോങ് സ്റ്റേറ്റ്മെന്റിന് റോങ് നോക്കാം. കാര്യചിന്തകാസ് എന്നുള്ളത് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് ആൻഷ്യന്റ് ഇന്ത്യയിലുള്ളത്. അവരെ കിങ് ആണ് അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദേ പ്ലേഡ് എ റോൾ ഇൻ മാനേജിങ് ദ അഫയേഴ്സ് ഓഫ് ദ ഗിൽഡ്. ആ ഒരു ഗിൽഡിലെ ബാക്കി കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നതിൽ അവർ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നുള്ളതും ഓർത്തിരിക്കാം. ഓക്കെ, ദ ടേം ഇൻഡിക്കേറ്റ്സ് ദ ഇൻക്രീസിംഗ് കോംപ്ലക്സിറ്റി ആൻഡ് എക്സ്പാൻഡിംഗ് ഫംഗ്ഷൻസ് ഓഫ് ദിസ് ഗിൽഡ്. അപ്പൊ വളരെ ബേസിക് ആയിട്ട് തുടങ്ങിയ ഗിൽഡ് എന്നൊരു ബോഡി എത്രത്തോളം ഡെവലപ്ഡ് ആയി എന്നുള്ളത് കാണിക്കാനാണ് ഇവർക്കിടയിൽ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ആയിട്ടുള്ള കാര്യചിന്തകാസ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രേണീസ് ഗിൽഡാണ്. ഓക്കെ, മെർച്ചൻസിന്റെയും ആർട്ടിസൻസിന്റെയും ഗ്രൂപ്പിനെ നമ്മൾ ശ്രേണീസ് വിളിക്കാറുള്ളത്. പക്ഷെ പുഗാസ് മെർച്ചൻസിന്റെ ഗ്രൂപ്പാണ് അല്ല,
പുകാസ് എന്നുള്ളത് ഇതേപോലത്തെ അസംബ്ലീസ് ഓഫ് ഫാമിലീസ് ഓർ ഗ്രൂപ്പ്സ് ഇൻ എ സ്പെസിഫൈഡ് ലൊക്കാലിറ്റി. ഒരു ലൊക്കാലിറ്റിയിലുള്ള ഫാമിലീസിന്റെ ഒരു ഗ്രൂപ്പിനെയാണ് പുകാസ് എന്ന് വിളിക്കാറുള്ളത്. ഇനി 10ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് അണ്ടർ പുരാണ എത്തിക്സ്? പുരാണങ്ങളിൽ പറയുന്നതിൽ താഴെ പറഞ്ഞ ഏതൊക്കെയാണ് കറക്റ്റ്? പുരാണിക് ഗോഡ്സ് ആർ വേർഷിപ്ഡ് ത്രൂ ഒബ്ലേഷൻസ് ഇൻ ദ ഫയർ. ആൻസസ്റ്റേഴ്സ് ആർ propitiated by തർപ്പൻ. സന്യാസ ഇസ് ദ സ്റ്റേജ് വേർ വൺ ഗെയിൻസ് നോളേജ്. അപ്പൊ സന്യാസ എന്നുള്ള സ്റ്റേജിലാണ് ഒരാൾ നോളേജ് ഗെയിൻ ചെയ്യുക എന്നാണ് പറയപ്പെടുന്നത്. വാനപ്രസ്ഥ ഇസ് ദ സ്റ്റേജ് ബിഫോർ ദ ഫൈനൽ സ്റ്റേജ് ഓഫ് റിനൗൺസിയേഷൻ. ഒരാൾ മരിക്കുന്നതിന് മുന്നേ ഉള്ള സ്റ്റേജ് ആണ് വാനപ്രസ്ഥ എന്നാണ് പറയപ്പെടുന്നത്. ദർ വർ നോ സ്പെസിഫിക് റൂൾസ് ഫോർ ദ ബ്രഹ്മചാര്യ സ്റ്റേജ്. ബ്രഹ്മചാര്യ സ്റ്റേജിൽ അങ്ങനെ പ്രത്യേകിച്ച് റൂളൊന്നും ഇല്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഏതൊക്കെ ആയിരിക്കും കറക്റ്റ്, ഏതൊക്കെ ആയിരിക്കും റോങ്? ഇവിടെ എവിഡന്റ് ആയിട്ട് ഒറ്റ വായനയിൽ തന്നെ നമുക്ക് റോങ് ആണെന്ന് മനസ്സിലാവുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ഈ ആണ് അല്ലെ. ഈ എന്താണ്? എന്തായാലും അവിടെ റോങ് ആണ്. പിന്നെ കറക്റ്റ് എന്നുള്ളത് ABC ഉള്ളി എന്നുള്ളതാണ്. വാനപ്രസ്ഥയല്ല ഫൈനൽ സ്റ്റേജ് ഓഫ് റിനൗൺസിയേഷന്റെ മുന്നിലുള്ള സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അവിടെ കറക്റ്റ് ആൻസർ ABC ഉള്ളിയാണ്. നമുക്ക് 4 സ്റ്റേജസ് നോക്കാം. ഒന്ന് ബ്രഹ്മചാരിയാണ്. ബ്രഹ്മചാരിയാണ് ആ ഒരു സ്റ്റുഡന്റ് ലൈഫ്. സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂളൊക്കെ ഉണ്ട്. രണ്ടാമത് ഗൃഹസ്ഥയാണ്. ഗൃഹസ്ഥ ഒരു 26 മുതൽ 50 വയസ്സ് വരെ ഒരു ഗൃഹനാഥനായിട്ട് ജീവിക്കുന്ന കാലഘട്ടം, മാരിഡ് ലൈഫ് മീൻസ്. പിന്നെ വാനപ്രസ്ഥയാണ്. വാനപ്രസ്ഥ കഴിഞ്ഞിട്ട് സന്യാസിയാണ് റിനൗൺസിയേഷന് മുന്നേയുള്ള സ്റ്റേജ്. വാനപ്രസ്ഥ അതിന് മുന്നേയുള്ള സ്റ്റേജാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യും? അധികം കാടുകളിലേക്കൊക്കെ പോകുന്ന ഒരു ട്രെൻഡാണ് ഉള്ളത്. പിന്നെയാണ് സന്യാസം. അപ്പൊ സന്യാസിയാണ് എന്ത്? റിനൗൺസിയേഷന് മുന്നേയുള്ള സ്റ്റേജ്, വാനപ്രസ്ഥയല്ല. അതുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് റോങ് ആയത്. ബ്രഹ്മചാരിക്ക് എന്തുണ്ട്? സ്പെസിഫൈഡ് റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റും റോങ് ആണ്. ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റുകൾ അങ്ങനെ തന്നെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കാം. പുരാണിക് ഗോഡ്സിനെ ഒബ്ലേഷൻസ് ഇൻ ദ ഫയർ ഫോമിൽ നമ്മൾ വേർഷിപ്പ് ചെയ്യാറുണ്ട്. ആൻസസ്റ്റേഴ്സ് ആർ propitiated ബൈ തർപ്പൻ എന്നുള്ളത് ഓർത്തിരിക്കാം. പിന്നെ സന്യാസ ഇസ് എ സ്റ്റേജ് വെർ വൺ ഗെയിൻസ് നോളജ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ 10-ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ ഫോർ യു. ഹോപ്പ് ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ഫോർ യു. താങ്ക് യു.